വിഭാഗത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ വൈരുദ്ധ്യമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളിലും ഒരു നിലക്കും വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളുടെ വാചകങ്ങളിൽ വല്ല വൈരുദ്ധ്യങ്ങളും വല്ലപ്പോഴും സംഭവിച്ചു പോയാൽ തന്നെ അത് പിന്നീട് വരുന്ന പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെയുള്ള മറ്റു പണ്ഡിതന്മാരോ അത് ചൂണ്ടിക്കാണിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഷ്ഠരോഗിയുടെ സമീപത്ത് വെച്ച് നിങ്ങൾ മാറിക്കളയണം എന്ന് ഒരു ഹദീസിലും രോഗം പകരുകയില്ല എന്ന് മറ്റൊരു ഹദീസിലും പറഞ്ഞതിനെ പണ്ഡിതന്മാർ ശരിയായ നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയാണ്. ഒരു ഹദീസിൽ പകരുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തമായി പകരുകയില്ല എന്നാണ്. അതേസമയത്ത് നിങ്ങൾ മാറിക്കളയണം എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം പരത്താൻ അത്തരത്തിലുള്ള രോഗാണുക്കളുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നത് കാരണമായേക്കും എന്ന നിലക്കാണ്. അപ്പൊ നിമിത്തമായേക്കും എന്ന നിലക്കാണ് മാറിക്കളയണം എന്ന് പറഞ്ഞത്. രോഗാണുക്കൾ അല്ല രോഗം പരത്തുന്നത്. രോഗം പരത്താനും രോഗം കൊടുക്കാനും രോഗം സുഖപ്പെടുത്താനും അല്ലാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ആ പഠിപ്പിച്ചത്. ഏതായിരുന്നാലും ശരി, നമ്മൾ പറഞ്ഞു വന്നത് ലാ അദ്വ വലാ ത്വയ്റത വലാ സഫറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രോഗാണുക്കൾ, പകർച്ചവ്യാധിയുള്ള ആളുകൾ അവരോട് കൂടിക്കലർന്ന് ജീവിക്കുമ്പോൾ ചിലപ്പോൾ രോഗം പകർന്നു എന്ന് വരാം. അത് റബ്ബിന്റെ തീരുമാനമനുസരിച്ച് നടന്നു എന്ന് വരാം. പക്ഷേ ഏത് അപകടം പിടിച്ച രോഗമാണെങ്കിലും അല്ലാഹു അത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും കുടുംബങ്ങൾക്കും കാവൽ നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള അതും ചികിത്സ കൊണ്ട് മാറിയില്ലെങ്കിൽ തന്നെ മരണത്തോടുകൂടി പരിഹാരമാകും. അപ്പൊ ശരീരത്തിന് സംഭവിക്കുന്ന മുറിവുകളും ശരീരത്തിന് സംഭവിക്കുന്ന വളരെ അപകടകരമായ രോഗങ്ങളും ഇതുപോലെ നമ്മുടെ സമ്പത്തിന് സംഭവിക്കുന്ന നഷ്ടങ്ങളുമെല്ലാം മരണത്തോടുകൂടി പരിഹാരമാവുകയാണ്. അതേസമയത്ത് ഈമാനിന് മുറിവേറ്റുപോയാൽ, വിശ്വാസത്തിന് ക്ഷതം സംഭവിച്ചു പോയാൽ അതിന് ഒരു നിലക്കും മരണം കൊണ്ട് പരിഹാരം ഇല്ലെന്ന് മാത്രമല്ല, അതിന്റെ ഭവിഷ്യത്തുകൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്നത് മരണത്തോടു കൂടിയാണ്. അതിനാൽ ഒരിക്കലും തീരാത്ത കാലവും ലോകവും നമുക്ക് നഷ്ടപ്പെടുത്തുന്നതാണ് ഈമാനിന് മുറിവേൽക്കുന്ന കാര്യങ്ങൾ. ഒരു ഉറുമി വീശുന്ന സ്ഥലത്ത് നമ്മൾ വളരെ ദൂരെയല്ലാതെ പോയി നിൽക്കുകയില്ല. ഒരു കല്ല് തെറിക്കുമെന്ന് തോന്നിയാൽ വളരെ അകലെയല്ലാതെ നാം പോയി നിൽക്കുകയില്ല. ഒരു വാഹനം വരുന്നത് കണ്ടാൽ വളരെ അകലെയല്ലാതെ നമ്മൾ മാറി നിൽക്കുകയില്ല. ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു വലിയ ഒരു സ്ഫോടനം സംഭവിച്ച് ഒരു ബോംബ് പൊട്ടിക്കുകയാണെങ്കിൽ അവിടെ ഒന്നും നമ്മൾ നിൽക്കുകയില്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിന് കേടുവരുന്നത് ഭയപ്പെട്ടത് കൊണ്ടാണെങ്കിൽ അതിനേക്കാളെല്ലാം അതുകൊണ്ട് തന്നെയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന് ഒരു കേടും സംഭവിക്കുകയില്ലെന്ന് വ്യക്തമായി ഉറപ്പുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു പശുവിനെയും കൂട്ടി പോകുമ്പോ ആ പശു അദ്ദേഹത്തോട് സംസാരിച്ച ഒരു സംഭവം പറഞ്ഞു. ഔലിയാക്കളെ കറാമത്തുകളായി മനുഷ്യനോട് പല മൃഗങ്ങളും സംസാരിച്ച സംഭവങ്ങളുണ്ട്. അങ്ങനെ സംസാരിച്ച സംഭവം കറാമത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ബഖറത്തുൻ തതകല്ലമു യാ റസൂലല്ലാഹ്, പശു സംസാരിക്കുന്നോ നബിയേ എന്ന് സഹാബികളിൽ ചിലർ ചോദിച്ചപ്പോ ആമന്തു അന വ അബൂബക്കറിൻ വ ഉമർ, ഞാനത് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. പശു സംസാരിച്ചു, അബൂബക്കറും വിശ്വസിച്ചിരിക്കുന്നു, ഉമറും വിശ്വസിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഈ ഹദീസിൽ കാണാം. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ റബ്ബായി അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടുവെന്നും ഇസ്ലാമിനെ ദീനായി പൊരുത്തപ്പെട്ടുവെന്നും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയും റസൂലുമായി പൊരുത്തപ്പെട്ടു എന്നും പറയുന്നതിന് മുമ്പ് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം നന്നായി അറിയാൻ കഴിയുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സത്യസന്ധമല്ലാത്ത വിധം കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥം, സത്യസന്ധരല്ലാത്ത അതേ യഹൂദീ നസാറാ പണ്ഡിതന്മാർ തിരിമറികൾ നടത്തിയ ഗ്രന്ഥം വായിച്ചപ്പോൾ മുഖം വിവർണമായി ശരീരഭാഷയിൽ തന്നെ വലിയ കോപം പ്രകടിപ്പിച്ചത് എന്തിനാണ്? നമ്മെപ്പോലുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. പരിപൂർണമായി സത്യസന്ധരാണെന്ന് ബോധ്യപ്പെട്ടവരുടെ പുസ്തകങ്ങളല്ലാതെ, അവരുടെ സീഡികളല്ലാതെ, അവരെ ക്ലാസുകളല്ലാതെ, അവരെ പ്രസംഗങ്ങളല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കാനോ വായിക്കാനോ കേൾക്കാനോ പാടില്ല. കാരണം ഒരു പക്ഷേ അതുകൊണ്ട് നിങ്ങളെ ഈമാനിന് മുറിവേറ്റ് പോകും. ഈമാനിന് മുറിവേറ്റ് പോയാൽ അതിന് പരിഹാരമില്ല, മരണം കൊണ്ടും പരിഹാരമില്ല. ഇതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭരായ ഇമാമിങ്ങളെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയത് സത്യസന്ധരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളല്ലാതെ കേൾക്കാൻ പാടില്ല, അവരെ പുസ്തകങ്ങളല്ലാതെ വായിക്കാൻ പാടില്ല, അവരെ ക്ലാസുകളിലും വേദികളിലും ഇമാമിങ്ങൾ. അതുകൊണ്ടാണ് ആ മസ്അല വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും അബദ്ധം പറ്റുകയില്ലെന്നുറപ്പാണ്. നബിതങ്ങൾക്കൊരിക്കലും തന്നെ ഒരു തെറ്റിലും അകപ്പെട്ടു പോവുകയില്ലെന്നുറപ്പാണ്. മഅസൂമാണ്. എന്നിട്ടും അല്ലാഹു പറയുന്നു, വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദാ. ഓ നബിയേ, ആ കഴിഞ്ഞുപോയ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് നമ്മൾ തരുന്ന സത്യസന്ധമായ വിവരമാണ്. ആ വിവരത്തിനപ്പുറം ജൂത ക്രിസ്തീയ പണ്ഡിതന്മാരോട് തങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പാടില്ല. ഇത് പഠിപ്പിക്കുന്നത് നമ്മളെ അറിയിക്കാനാണ്. സത്യസന്ധരല്ലാത്ത കക്ഷികളിൽ നിന്ന് ഒരു വിവരവും നേടാൻ നമ്മൾ പോകാൻ പാടില്ല. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ് വദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിയഖ്റബ മിൻ ഹാദാ റസദാ. ഓ നബിയേ, തങ്ങൾ നാളെ ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് അവിടുന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ചേർത്തുകൊണ്ട് മാത്രമേ പറയാവൂ. വദ്കുർ റബ്ബക ഇദാ നസീത, മറന്നുപോയാൽ ഓർമ്മ വരുമ്പോൾ അല്ലാഹുവിനെ സ്മരിക്കുകയും പറയുകയും വേണം. വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിയഖ്റബ മിൻ ഹാദാ റസദാ. മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, റൂഹിനെ സംബന്ധിച്ചും അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചും ദുൽഖർനീയെ സംബന്ധിച്ചും അതേ ജൂതന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു കൊടുത്ത ചോദ്യം മുശ്രിക്കീങ്ങൾ ചോദിച്ചപ്പോ നാളെ പറയാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയിരുന്നുവെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ പ്രത്യേകിച്ചും ഇവിടെ അല്ലാഹു സൂചിപ്പിക്കുന്നു, ഇൻഷാ അല്ലാഹ് പറഞ്ഞേക്കണം നബിയേ. ഹബീബായ നബി തങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഖുർആനിലൂടെ അല്ലാഹു വിവരം നൽകുകയാണ്. ആ വിവരം നമ്മയും പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പറയണം. വദ്കുർ റബ്ബക ഇദാ നസീത, അതേ ബിസ്മി ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്.
പക്ഷേ ഭക്ഷണം തുടങ്ങുമ്പോൾ ബിസ്മി മറന്നുപോയാൽ, ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലണം. അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ മറന്നുപോയാൽ അപ്പോൾ ചൊല്ലണം. അങ്ങനെ മറന്നുപോയാൽ ഓർമ്മ വരുന്ന സമയത്ത് അല്ലാഹുവിനെ സ്മരിക്കണം. വഖുൽ അസാ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റസദാ. ഇതൊരു വലിയ വിഷയമായി ചോദിക്കാൻ വേണ്ടി ആ ജൂതപണ്ഡിതന്മാര് പറഞ്ഞു കൊടുത്തിട്ട് തങ്ങളോട് ചോദിച്ച വിവരമാണല്ലോ, അതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞല്ലോ. ഇതിനേക്കാളെല്ലാം എത്രയോ വലിയ വലിയ വിഷയങ്ങൾ, എത്രയോ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങൾ, അതൊക്കെ അല്ലാഹു എന്റെ റബ്ബ് എനിക്ക് വഴി തിരിച്ചേക്കുമെന്ന് തങ്ങളൊന്ന് പറയൂ നബിയേ. അങ്ങേക്ക് എത്ര എത്ര അറിവുകളാണ് നമ്മൾ തരാൻ പോകുന്നത്, എന്തെല്ലാം നല്ല നല്ല വിഷയങ്ങളാണ് അറിയിക്കാൻ പോകുന്നത്, എന്തെല്ലാം വിഷയങ്ങളാണ് അങ്ങേക്ക് നമ്മൾ തെളിവുകൾ നൽകാൻ പോകുന്നത്. അതുണ്ടോ മറ്റുള്ള കക്ഷികൾ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ചരിത്രത്തെക്കാളൊക്കെ വലിയ വലിയ വിഷയങ്ങൾ അങ്ങേക്ക് നമ്മൾ അറിയിക്കാൻ പോകുന്നുണ്ട് നബിയേ. വലബിസൂ ഫീ കഫ്ഫിഹിം 300 സിനീന വസ്ദാദു 300 കൊല്ലം ആ ഗുഹാവാസികളായ യുവാക്കൾ ആ ഗുഹയിൽ താമസിച്ചു. അത് സൂര്യവർഷമനുസരിച്ച് വസ്ദാദു 9 വർഷം അവർ വർദ്ധിപ്പിച്ചു. അഥവാ ചന്ദ്രവർഷമനുസരിച്ച് 309 വർഷം. ഖുലില്ലാഹു അഅ്ലമു ബിമാ ലബിസു. പറയൂ നബിയെ, അല്ലാഹു നന്നായി അറിയുന്നവനാണ്. ബിമാ ലബിസു, ആ ഗുഹയിൽ അവരെത്രയാണ് താമസിച്ചതെന്നതുകൊണ്ട്. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശങ്ങളിലും ഭൂമികളിലും സൃഷ്ടികൾക്ക് മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങളെല്ലാം അറിയുന്ന ഉടമസ്ഥനാണ് അല്ലാഹ്. അവനറിയാത്ത രഹസ്യങ്ങളില്ല, അവനറിയാത്ത പരസ്യങ്ങളില്ല. ആകാശഭൂമികളിലുള്ള സൃഷ്ടികൾക്ക് മറഞ്ഞുകിടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. അബ്സിർ ബിഹി, അവന്റെ കാഴ്ച എന്തൊരു കാഴ്ചയാണ്. വഅസ്മി, അവന്റെ കേൾവി എന്തൊരു കേൾവിയാണ്. ആരും കാണിച്ചു കൊടുത്തിട്ടുള്ള കാഴ്ചയല്ല, ആരും കേൾപ്പിച്ചു കൊടുത്തിട്ടുള്ള കേൾവിയല്ല. ഓ നബിയേ, അങ്ങയ്ക്ക് വലിയ കേൾവിയുണ്ട്, അങ്ങയ്ക്ക് വലിയ കാഴ്ചയുണ്ട്. പക്ഷേ അതെല്ലാം അല്ലാഹു കാണിച്ചു തന്നിട്ടോ കേൾപ്പിച്ചു തന്നിട്ടുമുള്ളതല്ലേ. ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് കറാമത്ത് വിജയത്തായി പല കേൾവികളും കാഴ്ചകളുമുണ്ട്. പക്ഷേ അതെല്ലാം അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടല്ലേ, കേൾപ്പിച്ചു കൊടുത്തിട്ടല്ലേ. അവനെന്തൊരു കേൾവിയുള്ളവനാണ്, അവനെന്തൊരു കാഴ്ചയുള്ളവനാണ്. കണ്ടില്ലേ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിലിന് പോയ വിവരം ഇതിന് നേരെ മുമ്പത്തെ സൂറത്തിൽ പറഞ്ഞു. ആ ഇസ്രായിലിന് പോയി വന്നപ്പോൾ മസ്ജിദുൽ അഖ്സയിൽ അവരെ സന്തോഷം. മുഹമ്മദ് സ്വല്ലല്ലാഹു നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ യാത്ര നടന്നു എന്ന സന്തോഷമല്ല, ഇവിടെ വെച്ചിട്ട് മുഹമ്മദിനെ തകർത്ത് കളയണം എന്ന നിലക്കാണ്, ഈ വിഷയം വെച്ച് തകർക്കണം എന്ന നിലക്കാണ്. എങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും ചെറിയ സമയത്ത് മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുക? അതാരും വിശ്വസിക്കൂല. ഈ ഒറ്റ വിഷയത്തിൽ വെച്ച് മുഹമ്മദിനെ തകർത്ത് കളയണം എന്ന് ശത്രുക്കൾ വിചാരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് മസ്ജിദുൽ അഖ്സയുടെ ഡോറെത്ര, അതിന്റെ കതകെത്ര, വാതിലെത്ര, ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പള്ളി നേരെ അങ്ങ് കാണിച്ചു കൊടുത്തു, എല്ലാം മറയും നീക്കി കാണിച്ചു കൊടുത്തു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് ഓരോന്നും അങ്ങ് പറഞ്ഞു കൊടുത്തു. സാധാരണ കാഴ്ചയല്ല. ഇതുപോലെ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്ന രണ്ടാളുകൾ, ആ രണ്ടാളുകളെ സംബന്ധിച്ച് പറഞ്ഞു, രണ്ടാളും ശിക്ഷിക്കപ്പെടുകയാണ്. ഒരാൾ ഫിത്നയും ഫസാദും നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളാണ്, മറ്റൊരാൾ മൂത്രമൊഴിച്ചാൽ ശരിക്ക് ശുദ്ധിയാകാത്ത ആളാണ്.
അതുകൊണ്ട് രണ്ടാളും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഖബറിലുള്ള വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ച് കാണുകയാണ്. ഇതുപോലെ ഖബറിൽ നിന്നുള്ള ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയാണ്. ഇതുപോലെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ചിലർ ഖബറിന്റെ ഉള്ളിൽ നിന്ന് തബാറക സൂറത്ത് ഓതുന്നത് കേൾക്കുകയാണ്. അത് വന്ന് പറഞ്ഞപ്പോൾ തബാറക സൂറത്ത് ഓതിയാൽ ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ഖബറിൽ വെച്ച് ഖുർആൻ ഓതുകയാണ് എന്ന് ആ ഖബറിലുള്ള മനുഷ്യന്റെ കറാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകിയ പലർക്കും പല വീഴ്ചയുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ ഇശാ നിസ്കരിക്കുമ്പോൾ മറ്റു ചിലർ മഗ്രിബ് നിസ്കരിക്കുന്നുണ്ടാകും, മറ്റൊരു സ്ഥലത്ത് നിന്ന് വേറെ ചില അസ്ർ നിസ്കരിക്കുന്നുണ്ടാകും, വേറെ ളുഹർ നിസ്കരിക്കുന്നുണ്ടാകും, ചിലർ ളുഹാ നിസ്കരിക്കുന്നുണ്ടാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ സമയമായതുകൊണ്ട് മറ്റു ചില സ്ഥലങ്ങളിലുള്ളവർ ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാകും. അങ്ങനെയാണല്ലോ ലോകത്തിന്റെ കിടപ്പ്. എന്നാൽ സുഹൃത്തുക്കളെ, അവരെല്ലാം വിളിക്കുന്നു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ. നിങ്ങൾ ചിന്തിക്കണം, ലോകത്ത് എല്ലാവർക്കും ഒരേ സമയം അല്ല, അതുകൊണ്ട് തന്നെ ഒരേ ദിവസവും അല്ല. ഞാനൊരിക്കൽ നാദാപുരത്ത് ഒരു സ്ഥലത്ത് ഒരാളെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ പോയപ്പോ പറഞ്ഞു അദ്ദേഹം ഒരു ഉദഹിയത്ത് ഇറക്കുന്ന സ്ഥലത്താണുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉദഹിയത്ത് ഇറക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ കുറെ ആളുകളുണ്ട്. നമ്മുടെ നാദാപുരം ഖാദി അഹമ്മദ് മുസ്ലിയാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇയാളോട് ചോദിച്ചോളി എന്ന് പറഞ്ഞു. അപ്പോ അവരെന്നോട് ഞങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും? ഞാൻ പറഞ്ഞില്ല. എന്നാ ഞാൻ പറയാൻ. എന്താ ചോദ്യം? അറഫ ദിവസം ദുൽഹജ്ജ് 9 ഇവിടെ നമ്മൾ നോമ്പെടുക്കുന്നു. അതേ സമയത്ത് മക്കയില് അറഫയില് അത് ഇവിടെ 8 ദിവസമാണ് അവിടെ അറഫ. നമ്മൾ മക്കയിൽ പെരുന്നാളായ ദിവസം ഇവിടെ നോമ്പെടുക്കുന്നു. അത് ശരിയുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു. അതിനെന്താ മറുപടി പറയാ എന്ന് അവർ ചോദിച്ചു. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, മക്കയിൽ നടക്കും പോലെ ഇവിടെ നോമ്പെടുക്കാൻ ഖിയാമത്ത് നാൾ വരെ കഴിയൂല. ഖിയാമത്ത് നാൾ വരെ കഴിയൂല. അതെന്താ? അത് നിങ്ങളിപ്പോ വിളിച്ചു ചോദിച്ചു നോക്കുക, അവിടെ സമയത്രയായി. നമ്മൾ റമദാൻ നോമ്പ് തന്നെയാണെങ്കിലും മക്കയിൽ നമ്മൾ മക്കയിലുള്ളവർ സുബഹിയാകുന്ന സമയത്ത് ആ സമയം വരെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കൊരൊറ്റ നോമ്പും ഉണ്ടാവില്ല. കാരണം നമുക്ക് സുബഹിയായിട്ട് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് അവർക്ക് സുബഹിയാകാം. അപ്പൊ നമ്മൾ സുബഹിയായിട്ട് സുബഹി നിസ്കരിച്ച് പോകുമ്പോൾ അവർ അത്താഴം കഴിക്കുന്നുണ്ടാവും. അവരെ സമയത്ത് നമുക്ക് നോമ്പെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ നോമ്പ് തുറന്നിട്ട് പിന്നെയും മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും മക്കയിലുള്ള ആളുകൾ നോമ്പ് തുറക്കുന്നത്. നമ്മളെ നോമ്പ് അത്ര നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ? അവരെ നോമ്പ് കുറച്ച് ഇങ്ങോട്ടാക്കാൻ പറ്റുമോ? അപ്പൊ മക്കയിലുള്ള ആളുകൾ നോമ്പെടുക്കുന്നതനുസരിച്ച് അതേ സമയത്ത് നോമ്പെടുക്കുക എന്നുള്ളത് ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. എന്നാ പിന്നെ മക്കയിൽ പകലാവുമ്പോ അതേസമയം രാത്രിയാകുന്ന ചില സ്ഥലങ്ങൾ ഉണ്ട്. അവർക്ക് ഒരു കാലത്തും മക്കയിലുള്ളവർ നോമ്പെടുക്കുന്ന ഒരു ചെറിയ സമയം പോലും ചിലപ്പം ഒപ്പിച്ചു കിട്ടൂല, ദിവസം പോലും ഒപ്പിച്ചു കിട്ടൂല. അപ്പൊ പിന്നെ എങ്ങനെ നോമ്പെടുക്കേണ്ടത്, എങ്ങനെ നിസ്കരിക്കേണ്ടത്, അതൊക്കെ നമുക്ക് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുൽഹജ്ജ് 9 നോമ്പ് ഇവിടെ 9 ആകുമ്പോൾ ഇവിടുത്തെ 9 നോമ്പ്, അവിടെ 9 ആകുമ്പോൾ അവിടുത്തെ അറഫയിലുള്ള നൃത്തം. അതുപോലെ ഓരോന്നും ഇവിടെ 8 ആകുമ്പോൾ 8 നോമ്പ്, ഇവിടെ പെരുന്നാളാകുമ്പോൾ പെരുന്നാൾ നിസ്കാരം, അവിടെ പെരുന്നാളാകുമ്പോൾ അവിടെ പെരുന്നാൾ നിസ്കാരം. അമേരിക്കയിൽ പെരുന്നാള് നമുക്ക് രാത്രിയാകുന്ന സമയത്തായിരിക്കും അവർക്ക് പെരുന്നാള്. അപ്പൊ അവരെന്ത് ചെയ്തു? നമ്മൾ ഇന്ത്യക്കാരെ പോലെ തന്നെ ആകാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ മക്കയിലുള്ള പോലെയാന്ന് വിചാരിച്ചു. പിന്നെ തഹജ്ജുദിന്റെ സമയത്ത് ചിലപ്പം പെരുന്നാൾ നിസ്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇശാഇന്റെ സമയത്ത് പെരുന്നാൾ നിസ്കരിക്കേണ്ടി വരും, അല്ലേ? അങ്ങനെയില്ല. ഓരോ പ്രദേശത്തുമുള്ള സമയക്കണക്കനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കുക എന്നതാണ് എന്ന് ഞാൻ വിവരിച്ചു കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാരെ മുഴുവൻ അവർക്കത് ബോധ്യപ്പെട്ടു. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? നാം അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളും പല വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തഹജ്ജുദിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ് പറയുന്നവരും ളുഹയിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ് പറയുന്നവരും അങ്ങനെ പല നിലക്കും പല നാടുകളിലും പല
നിസ്കാരങ്ങളിലുമായി അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഭൂമിയിലോ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹിസ്സലാം. എവിടെ നിന്ന് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആര് എനിക്ക് സലാം പറഞ്ഞാലും അവരുടെ സലാം ഞാൻ മടക്കുന്നതാണ്. അതിനുള്ള സംവിധാനം റൂഹ് മടക്കിത്തന്ന് അള്ളാഹു എനിക്ക് ചെയ്തു തരുന്നതാണ് വഫാത്തിന് ശേഷം. അപ്പൊ ഏത് സമയത്തും എവിടുന്നും വിളിക്കുന്ന വിളികൾ കേട്ടുകൊണ്ട് സലാം പറയുന്ന കേൾവി, സലാം മടക്കുന്ന കേൾവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട്. സുഹൃത്തുക്കളെ, പക്ഷേ അത് പടച്ചവന്റെ കേൾവി പോലെയല്ല. പടച്ചവന്റെ കേൾവി സ്വന്തമായുള്ള കേൾവിയാണ്. നബി തങ്ങളുടേത് അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തിട്ടുള്ള കേൾവിയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ദിവസം പറഞ്ഞു കൊടുത്തു. ബുഖാരിയിൽ എനിക്ക് സ്വർഗം അല്ല കാണിച്ചു തന്നുവെന്ന് ബുഖാരിയിൽ ഹദീസുണ്ട്, നരകം എനിക്ക് കാണിച്ചു തന്നുവെന്ന് ഹദീസിലും. അതുപോലെ പലതും ബുഖാരിയിലെ ഹദീസിൽ തന്നെയുണ്ട്. അങ്ങനെ ഈ ഭൂമി ലോകത്തിരുന്നു കൊണ്ട് സ്വർഗം കാണും, അങ്ങനെ നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് ബുഖാരിയിലുണ്ട്. ഇതുപോലെ കദാലിക നുരീ ഇബ്രാഹീമ മലകൂത സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. ഖുർആനിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്തരത്തിലുള്ള ആകാശഭൂമികളുടെ സാമ്രാജ്യങ്ങൾ കാണിച്ചു കൊടുത്തുവെന്ന് ഖുർആനിലുണ്ട്. അതെല്ലാം അല്ലാഹു കൊടുക്കുന്ന കാഴ്ചയാണ്, അല്ല കൊടുക്കുന്ന കേൾവിയാണ്. ഇതുപോലെ മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു കറാമത്തായി നൽകുന്ന കേൾവിയും കാഴ്ചയും ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കണ്ടില്ലേ? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ ഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. ഫർളാത്തിയ അമലുകൾ കൊണ്ട് എന്നിലേക്ക് എന്റെ അടിമ അടുക്കുന്നതിനേക്കാൾ എനിക്ക് തൃപ്തികരമായ ഒന്നുകൊണ്ടും എന്നിലേക്ക് അടുക്കാൻ സാധ്യമല്ല. 5 വഖത്ത് നിസ്കരിക്കാതെ ഒരു വലിയന്റെ മാർഗത്തിലും കടക്കാൻ സാധ്യമല്ല. കഴിവുള്ളവൻ സകാത്ത് കൊടുക്കാതെ, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യാതെ, അതേ നോമ്പെടുക്കേണ്ടവൻ നോമ്പെടുക്കാതെ, അതേ കുടുംബബന്ധം ചേർക്കാതെ, ഭാര്യമാരെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കാതെ, ബാപ്പ ഉമ്മക്ക് പരിഗണന നൽകാതെ, പണ്ഡിതന്മാരെ ആദരിക്കാതെ, തങ്ങന്മാരെ ബഹുമാനിക്കാതെ, പ്രായമുള്ളവരെ ബഹുമാനിക്കാതെ, അതേ കുടുംബബന്ധം മുറിച്ചുകൊണ്ടോ, പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടോ, തങ്ങന്മാരെ നിന്ദിച്ചുകൊണ്ടോ, നിസ്കാരം കൈയൊഴിച്ചുകൊണ്ടോ, അള്ള നിർബന്ധമാക്കിയ ഇത്തരം കാര്യങ്ങൾ കൈയൊഴിച്ചുകൊണ്ടോ, ഹറാബ് ചെയ്തുകൊണ്ടോ ഒരാൾക്കും പടച്ച റബ്ബിലേക്ക് അടുക്കാൻ സാധ്യമല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖുദ്സിയായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഞാൻ ഫർദാക്കിയ കാര്യങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നതിനേക്കാൾ എന്നിലേക്കുമുള്ള ഒന്നുകൊണ്ടും അടുക്കാൻ സാധ്യമല്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ പറഞ്ഞു അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്. ഔലിയാ എന്ന് പറഞ്ഞു. ഔലിയാ എന്നത് വലിയ എന്ന പദത്തിന്റെ ബഹുവചനമാണ്. വലിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഖരീബ്, അടുത്തവൻ എന്നാണ്. പടച്ച റബ്ബുമായുള്ള ആത്മീയമായ അടുപ്പമുള്ളവനാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായും അവന്റെ കാരുണ്യം കൊണ്ട് അടുത്തവനാണ്. അതാണ് വലിയ എന്ന പദം അറിയിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. ഫൈദാ കാനൽ അബ്ദു ഖരീബൻ മിൻ ഹദറത്തില്ലാഹി ബിസബബി കസറത്തി ത്വാഅതിഹി വകസറത്തി ഖിലാസിഹി. അങ്ങേയറ്റത്തെ ആത്മാർത്ഥത, പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതിക്കൊണ്ട് മനക്കരുത്തോടെയുള്ള പ്രവർത്തനം,
അള്ളാഹു കൽപ്പിച്ച പുണ്യകർമ്മങ്ങൾ നിർബന്ധമായതൊക്കെ എടുക്കുകയും സുന്നത്തുകളൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പടച്ച റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് മനുഷ്യൻ ആത്മീയമായി അടുത്തവനാകുമ്പോൾ വകാന റബ്ബു ഖരീബൻ മിൻഹു ബിറഹ്മതിഹി വഫദ്ലിഹി വഇഹ്സാനിഹി, പടച്ച റബ്ബ് അവനിലേക്ക് അവന്റെ അനുഗ്രഹം ചൊരിച്ചുകൊണ്ട് അവന്റെ ഔദാര്യം നൽകിക്കൊണ്ട് അവന്റെ നന്മകൾ ലഭ്യമാക്കിക്കൊണ്ട് പടച്ചവൻ ഇങ്ങോട്ടും അടുക്കുന്നു. ഹസലത്തിൽ വിലയ ഒരാള് വലിയായി തീരുന്നത്. വലിയ എന്ന് പറഞ്ഞാൽ കുറെ കോപ്പിരാട്ടി കാണിക്കുന്നവർ അല്ല, ശരിക്കും മനസ്സിലാക്കണം. വലിയ എന്ന് പറഞ്ഞാൽ കുറെ അത്ഭുതം കാണിക്കുന്നവർ അല്ല. അത്ഭുതം കാണിച്ചുകൊണ്ട് വലിയാവൂല, കോപ്പിരാട്ടി കാണിച്ചുകൊണ്ട് വലിയാവൂല. വലിയ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, അത്ഭുതങ്ങൾ കാണിക്കുന്ന ചിലർ ദൈവമാണെന്ന് വാദിക്കുന്നവരുണ്ടാകാം. ഞാൻ ദൈവമാണെന്ന് വാദിക്കുന്ന ആൾ ദൈവങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചേക്കാം. إذا ظهر فعل خارق للعادة على الإنسان فذاك إما أن يكون مقرونا بالدعوى أو لا مع الدعوى، والقسم الأول هو أن يكون مع الدعوى، فتلك الدعوى إما أن تكون دعوى الإلهية. ഞാനൊരു ദൈവമാണെന്ന് വാദിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് അവർ ദൈവമാണെന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം അത്ഭുതം കാണിക്കുന്ന ഒരു ദൈവമല്ല. അത്ഭുതം കാണിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ നബിയാവൂല, അത്ഭുതം കാണിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ വലിയാവൂല. ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിങ്ങനെ വിശദീകരിക്കുകയാണ്. അത്ഭുതം കാണിക്കൽ പലതുകൊണ്ടും സംഭവിച്ചേക്കാം. വലിയ അത്ഭുതം കാണിക്കുന്നവനാണ് ദജ്ജാൽ. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അവന്റെ അത്ഭുതം ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം, മരിച്ചവരെ അവൻ ഹയാത്താക്കി കാണിച്ചു തരും. പിന്നെ എന്ത് പറയാനാ, മരിച്ചവരെ ജീവിപ്പിച്ച് കാണിച്ചു തരും അവൻ. അതുപോലെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു വിത്ത് ഒരു സ്ഥലത്ത് അദ്ദേഹം വിതക്കുന്നു, കുറഞ്ഞ സമയം കൊണ്ട് അതിൽ കായ പറിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങൾ ദജ്ജാൽ പ്രകടിപ്പിക്കും. അതുകൊണ്ട് ദജ്ജാൽ വലിയാവൂല, നബിയാവൂല, ദൈവമാവൂല. കാരണം ദൈവമാണെന്ന് വാദിക്കുമ്പോ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവും ദൈവമല്ല. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോലവുമായിട്ട് നടക്കുന്നവനാവില്ല. മനുഷ്യന്മാരൊക്കെ കോലുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ദൈവാന്ന് പറയുകയും ചെയ്യാ, എന്നിട്ട് കക്കൂസ് പോവുകയും ചെയ്യാ. ദൈവാന്ന് പറയുകയും ചെയ്യാ, ബാറ്റിൽ ഇങ്ങനെ നെജസ് പേറി നടക്കുകയും ചെയ്യാ. ദൈവാന്ന് പറയാ, എന്നിട്ട് മഞ്ഞുണ്ടാ ജലദോഷം പിടിക്കുക, കുറച്ച് വെയിലുണ്ടാ തലവേദനയാകുക. ഇതാ ദൈവം. അപ്പോൾ ഒരാളും വാസ്തവത്തിൽ ബുദ്ധിയുള്ളവൻ ഒരു മനുഷ്യൻ എത്ര അത്ഭുതം പ്രകടിപ്പിച്ചാലും ഒരാൾ ദൈവമാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിപരമായി വകുപ്പില്ല. നബിയാണ് എന്ന് ഒരാൾ വാദിച്ചാലോ, നബിയാണ് എന്നൊരാൾ വാദിച്ചാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പുതിയ നബിയും വരില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അതുകൊണ്ട് നബിയാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തായിരുന്നാലും വ്യാജനാണ്, അവൻ കടുത്ത ദജ്ജാലാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ ഒരു വാദം ഉന്നയിക്കാനുള്ളത് ഞാൻ വലിയാണ് എന്ന വാദമാണ്. വലിയാണോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിനുള്ള മാനദണ്ഡമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫർളായ കാര്യങ്ങൾ എടുക്കാതെ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഒരു നിലക്കും സാധ്യമല്ല. وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه. അത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പഠിപ്പിച്ച കാര്യം നമ്മളെ അറിയിക്കുന്നു. وما يزال عبدي يتقرب إلي بالنوافل. ഫർദിന്റെ പുറമെ സുന്നത്തുകൾ ധാരാളം നിർവഹിക്കുന്നതിനാൽ അല്ലാഹു പറയുന്നു, എന്റെ അടിമ ഞാനുമായി അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാനുമായി അടുത്തു വന്നാൽ ഹത്താ ഉഹിബ്ബ, ഞാൻ എന്റെ അടിമയെ പ്രിയം വെക്കും. അള്ളാഹു ഇങ്ങോട്ട് പ്രിയം വെക്കുക എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. സുഹൃത്തുക്കളെ, ഒരു നേതാവിനെ പ്രിയം വെക്കാൻ അനുയായിക്ക് കഴിയും. പക്ഷേ നേതാവ് അനുയായിയെ പ്രിയം വെച്ച് കിട്ടലാണ് വിഷയമെങ്കിൽ പ്രധാനമന്ത്രിയെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് കഴിയും. പക്ഷെ അദ്ദേഹത്തിന് അനുയായിയെ പരിചയമില്ല.
അങ്ങനെയല്ല ലോകസത്താവായ അല്ലാഹ്, അവന്റെ ഹബീബായ നബിയും അങ്ങനെയല്ല. പറഞ്ഞില്ലേ, ഏത് മുക്കുമൂലകളിൽ നിന്ന് 5 നേരം വിളിച്ച് സലാം പറയുന്ന ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡയറക്റ്റ് ഓരോരുത്തരുടെ സലാം മടക്കുന്നു. ആ നിലക്കുള്ള ബന്ധമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കന്യായികളോട്. എന്നാൽ സത്താവായ റബ്ബോ, അവനതാ അവനിലേക്ക് അടുക്കുന്ന മനുഷ്യനെ നന്നായി അറിയുന്നു. ഖരീബും മിനൽ മുഹ്സിനീൻ, ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവരുമായി അവൻ സമീപസ്ഥനാണ്, അഥവാ അവൻ അടുത്തവനാണ്. അല്ലാഹു സ്ഥലകാലതീതനായതുകൊണ്ട് സ്ഥലം കൊണ്ടുള്ള അടുപ്പമല്ല, ആത്മീയമായ നിലക്കവൻ അല്ലാഹു അവനുമായി അടുത്തവനാണ്. ആ അടുപ്പമാണ് അങ്ങേയറ്റത്തെ സ്നേഹം. ആ സ്നേഹം അല്ല സ്നേഹിക്കുമ്പോ അല്ലാഹു തന്നെ പറയുന്നു, ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ സ്നേഹിച്ചാൽ കുന്തു സമ്മഹുല്ലദീ യസ്മഉ ബിഹി. ആ ഹദീസിന്റെ വ്യാഖ്യാനം ഇബ്നു ഹജർ തങ്ങൾ ബുഖാരിയുടെ ശറഹിൽ പറയുന്നു, അവന് അസാധാരണമായ കേൾവി നൽകുന്നു. കുന്തു സമ്മഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹാ. അതുപോലെ തന്നെ അവനദാ വബസറഹുല്ലദീ യുബ്സിറു ബിഹാ, അവൻ അസാധാരണമായ കാഴ്ച നൽകുന്നു. വയദഹുല്ലതീ യബ്തുസു ബിഹാ, അവന്റെ കൈക്ക് അസാധാരണമായ കഴിവ് നൽകുന്നു. അതേപോലെ രിജലഹുല്ലതീ യംസീ ബിഹാ, കാലിന് അസാധാരണമായ കഴിവ് നൽകുന്നു. ഇങ്ങനെ ഓരോന്നിനും പ്രത്യേക കഴിവ്. അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ എന്തായാലും ഞാൻ ഉത്തരം നൽകും. അവൻ എന്നോട് കാവല് ചോദിച്ചാൽ അഭയം തേടിയാൽ ഞാൻ എന്തായാലും നിശ്ചയം അഭയം നൽകും. ഈ നിലക്കുള്ള സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. പക്ഷേ ആ നിലക്കുള്ള സ്ഥാനം ലഭിച്ചതുകൊണ്ട് ഔലിയാക്കളിൽപ്പെട്ട പലരും വളരെ ദൂരങ്ങൾ കണ്ടു. അവരുടെ കൈക്ക് അസാധാരണമായ കഴിവുകളുണ്ടായി. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരുപാട് ആയത്തുകളും ഹദീസുകളും മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തിന് ഈ സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീരിൽ വളരെ വിശദമായി എത്രയോ പേജുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, അവരെ കൈക്ക് അസാധാരണമായ കഴിവ്. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, ബുഖാരിയിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമീപത്ത് വെച്ച് രാത്രി കുറെ കഴിഞ്ഞിട്ട് സംസാരിക്കുന്നു. സംസാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വെളിച്ചമില്ല. പക്ഷേ അതാ ഒരാളെ കയ്യിൽ ഒരു വടിയുണ്ട്, ഓരോരുത്തരുടെ കയ്യിലും വടിയുണ്ട്. പോകുന്ന സമയത്ത് അവരുടെ വടിക്ക് പ്രകാശം കാണുന്നു. ആ പ്രകാശത്തിൽ അവർ നടന്നു പോകുന്നു. വഴിമാറി ഓരോരുത്തരും യാത്ര ചെയ്യേണ്ട സമയത്തെത്തിയപ്പോ ഓരോരുത്തരെ കയ്യിലുള്ള വടിക്കും പ്രകാശം കിട്ടുന്നു. കേട്ടിട്ടില്ലേ നിങ്ങൾ, ശാഫിഈ മദ്ഹബിലെ വലിയ പ്രഗൽഭ പണ്ഡിതന്മാരാണ് ഇമാം റാഫിഈ, ഇമാം നബവി റളിയല്ലാഹു അൻഹുമാ. ആ റാഫി ഇമാം റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയി. തൊട്ടടുത്തുള്ള മരത്തിൽ നിന്ന് സ്പെഷ്യലായി പ്രകാശം ലഭിക്കുന്നു. നബവി ഇമാം തങ്ങൾ കിതാബ് എഴുതുമ്പോ വിളക്കണഞ്ഞു പോയി. കയ്യിലെ വിരല് തന്നെ അതാ പ്രകാശം കൊടുക്കുന്നു. അങ്ങനെ ബുഖാരിയിൽ തന്നെ സഹാബത്തിന്റെ കറാമത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പിൽക്കാലത്ത് വരുന്ന പണ്ഡിതന്മാരുടെയും ആയിരക്കണക്കിന് കറാമത്തുകൾ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ മുഅ്തസിലത്ത് പറയുന്നൊരു പുത്തൻവാദി പൂർവകാലത്ത് കഴിഞ്ഞുപോയി. അവരാണ് അതേ മഹാന്മാരായ ഇമാമിയങ്ങൾ ശിർക്ക് ചെയ്തവരാണെന്ന് വാദിച്ചത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഇമാമിയങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചുകൊണ്ട് ഇമാമിയങ്ങളെ മുശ്രിക്കീകളായി ചിത്രീകരിച്ച് അതാ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ
ജയിലിലടച്ചത് മുഅ്തസിലത്തിന്റെ പണ്ഡിതന്മാർ, അന്ന് ഭരണം നടത്തുന്ന വിവരമില്ലാത്ത രാഷ്ട്രത്തലവന്മാരെ പറഞ്ഞു പറ്റിച്ചിട്ടായിരുന്നു അന്ന് പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയത്. അങ്ങനെ ആ മുഅ്തസിലത്തിന്റെ സ്വാധീനമായിരുന്നു. ആ മുഅ്തസിലത്ത് ഔലിയാക്കൾക്ക് കറാമത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇമാം റാസി ഈ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് എത്രയോ പേജുകൾ കറാമത്ത് സ്ഥിരപ്പെടുത്തി എത്രയോ എഴുതുകയാണ്. സുഹൃത്തുക്കളെ, ഔലിയാക്കളുടെ കറാമത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിന്റെ അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഇമാം റാസി ഒരുപാട് സംഭവങ്ങൾ ബുഖാരിയിൽ നിന്ന് എടുത്തുദ്ധരിക്കുകയാണ്. ഔലിയാക്കളുടെ കറാമത്ത്, അവർക്ക് പെട്ടെന്ന് തന്നെ ദുആക്കുത്തരം കിട്ടിയ സംഭവങ്ങൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് റുബ്ബഅസ്അസ അക്ബറ, എത്രയെത്ര മുടിച്ചടകെട്ടിയ മനുഷ്യന്മാർ, എത്ര പൊടിപുരണ്ട മനുഷ്യന്മാർ, അവർക്ക് തേച്ച് മിനുക്കി ഇസ്തിരിയിട്ട് പോകാനൊന്നും സമയം കിട്ടിയിട്ടില്ല, സാമ്പത്തിക ശേഷിയും ഇല്ല. പക്ഷേ അവരിങ്ങനെ ദിക്റും സലാത്തും ഖുർആനോത്തും അതുപോലെ തന്നെ ഇൽമു പറയലും ഇൽമു പഠിപ്പിക്കലും അങ്ങനെ തഖ്വയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനത്തെ എത്ര ആളുകളുണ്ട് ജനങ്ങൾക്കിടയിൽ. അവർ കണ്ടാൽ ഒരു വിലയും വെക്കൂല. പക്ഷേ ലൗ ഖസമ ലല്ലാഹി ലഅബറ, അവരൊരു കാര്യം നടക്കും എന്നങ്ങ് പറഞ്ഞാൽ, നടക്കണം എന്ന് പടച്ചവനെ മുൻനിർത്തി സത്യം ചെയ്തങ്ങ് പറഞ്ഞാൽ അല്ലാഹു ജല്ല ജലാലുഹു അവര് പറഞ്ഞതങ്ങ് നടപ്പാക്കി കൊടുക്കും. എന്നോട് ഏകല്ലൂടേവൻ തന്റേകിൽ ആകുന്നു ഞാൻ ജൊൽകിൽ ആകുമാതെന്നോവർ എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ സ്ഥാനം അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ ഇന്ന മിനൻ നാസി പല നബി ഫീ ബനി ഇസ്രായീല, ബനൂ ഇസ്രായീലിലുണ്ടായിരുന്നു ധാരാളം മുഹദ്ദിസീങ്ങൾ ഉണ്ടായിരുന്നു. അഥവാ ഖൽബിൽ അല്ലാഹു തആല വിവരം വിട്ടുകൊടുക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് അല്ലാഹ് വിവരം കൊടുത്തത് ഖുർആനിലുണ്ട്, മറിയം ബീവിക്ക് വിവരം കൊടുത്തത് ഖുർആനിലുണ്ട്. അവരൊന്നും അമ്പിയാക്കളിൽപ്പെട്ടവരല്ല, ഔലിയാക്കളിൽപ്പെട്ട സ്ത്രീകളാണ്, വലിയത്തായ സ്ത്രീയാണ്. അവർക്കൊക്കെ വിവരം കൊടുത്തത് ഖുർആനിലുണ്ട്. അതുപോലെ എന്റെ ഉമ്മത്തിലും അല്ലാഹു തആല മനസ്സിൽ വിവരം കൊടുക്കുന്ന മഹാന്മാരുണ്ട്. അതിൽ പ്രഗൽഭനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയല്ലേ സുഹൃത്തുക്കളെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തുൽ കുബ്രയിൽ മഹാന്മാരായ ഔലിയാക്കളെ കറാമത്തിനെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിക്കുകയും കറാമത്ത് നിഷേധികൾക്ക് ഒരുപാട് മറുപടി പറയുകയും ചെയ്തുകൊണ്ട് എത്രയോ പേജുകൾ എഴുതിയപ്പോൾ മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഖുർആനും ഹദീസും ഒക്കെ പറയുന്നതിന്റെ പുറമേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കറാമത്ത് വിവരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അതാ പറഞ്ഞല്ലോ, നീ അതാ എന്റെ ഭാര്യയുടെ വയറ്റിലുള്ള കുട്ടി അത് പെണ്ണാണ് മോളെ. വയറ്റിലുള്ള കുട്ടി എന്താണെന്ന് സ്കാൻ ചെയ്തു നോക്കിയിട്ടല്ല സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത്, പ്രസവിച്ചപ്പോൾ പെണ്ണ് തന്നെ. ഞാൻ ആ കുട്ടി പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് മരണപ്പെടുമെന്ന വിഷയവും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ ഈ വർഷത്തിൽ മരിക്കുമെന്ന വിഷയവും നേരത്തെ തന്നെ ആയിഷ ബീവിയോട് പറഞ്ഞ സംഭവം ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ വർഷത്തിൽ തന്നെ ആ രോഗത്തിൽ തന്നെ വഫാത്താകുന്നു.
അതുപോലെ സുഹൃത്തുക്കളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അതാ അതിഥിയെ വിളിച്ചു കൊണ്ടുപോയപ്പോ അവിടെയുള്ള ഭക്ഷണം എത്രയോ കൂടുതൽ വർദ്ധിച്ചു എന്ന കറാമത്ത് സർവ ഇമാമിങ്ങളും എടുത്ത് വിവരിക്കുന്നു. അതുപോലെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഭൂമി ഒരു കുലുക്കമങ്ങ് കുലുങ്ങി. മലപ്പുറത്തും മറ്റു പല സ്ഥലങ്ങളിലും ഈ അടുത്ത് ഭൂമി കുലുക്കമുണ്ടായപ്പോ പേടിച്ചില്ലേ കേരളക്കാർ? പടച്ച റബ്ബൊരു ചെറിയ സമയം ഒരു കുലുക്കം തന്നാൽ ആർക്കാണിവിടെ രക്ഷപ്പെടുത്താൻ കഴിയുക? ഏത് ഭരണാധികാരിക്കാണ് നേരിടാൻ കഴിയുക? ഏത് പ്രതിപക്ഷത്തിനാണ് തടുക്കാൻ കഴിയുക? എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇന്നൽ അർള സുൽസിലത് ഫീ സമനി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഭൂമി കുലുങ്ങിയപ്പോ ഹമിദല്ലാഹ വഅസ്നാ അലൈഹി. ഉമർ ഇബ്നുൽ ഖത്താബ് കുലുങ്ങിയില്ല. അവിടുന്ന് അൽഹംദുലില്ലാഹ് പടച്ചവൻ കൊടുത്ത തൗഫീഖിന്റെ പേരിൽ, പടച്ചവൻ കൊടുത്ത കറാമത്തിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് പടച്ചവനെ പുകഴ്ത്തിക്കൊണ്ട് ഭൂമി ഇങ്ങനെ കുലുങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ ചൊല്ലുന്നതിനിടയിൽ കയ്യിലുള്ള ദണ്ട് ഭൂമിയിലേക്ക് ഒരൊറ്റ അടി കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് അഖിറി, അടങ്ങിക്ക ഭൂമി, അലം അഅദിൽ അലൈക്ക്, ഈ ഭൂമിയിൽ ഞാനല്ലേ ഭരണം നടത്തുന്നത്? ഞാൻ എന്റെ റബ്ബ് കൽപ്പിച്ചതുപോലെ നീതി പുലർത്തിയല്ലേ ഭരണം നടത്തുന്നത്? നീ എന്തിന് കുലുങ്ങണം? ഇവിടെ ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന ഞാൻ നീതി പുലർത്തിയിട്ടില്ലേ? അതുകൊണ്ട് അടങ്ങിക്കൊള്ളണം എന്ന് തന്റെ ദണ്ടുകൊണ്ട് ഒരടി കൊടുത്ത് ഭൂമിയോട് പറഞ്ഞപ്പോൾ ഫസ്തഖറത് മിൻ വഖ്തിഹാ, ആ സമയം തന്നെ ഭൂമിയും അടങ്ങിപ്പോയി. മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടെ പറയുകയാണ്, ഇത് പറയുമ്പോ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്, കർമ്മശാസ്ത്രം ഫിഖ് പഠിച്ചിട്ട് ഭൂമിക്ക് പഠിച്ചവന്റെ കൽപ്പന ഉണ്ടോ എന്നൊന്നും ചോദിക്കാൻ നടക്കണ്ട. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്റെ ഫിഖ് അറിയാ, തസവ്വുഫ് അറിയാ, എല്ലാ വിഷയവും അറിയാം ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നാൽ ചോദ്യം ചെയ്യാൻ നീ നടക്കണ്ട. അതിന് കാരണം വേണ്ടേ? ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂമി കുലുങ്ങുമ്പോൾ അതിന് കാരണം വേണ്ടേ? വെറുതെ കുലുങ്ങരാ, നീ കുലുങ്ങേണ്ട ആവശ്യം. അതേ സമയത്ത് തന്നെ ഭൂമിയുടെ കുലുക്കം നിന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അങ്ങനെ പറയാമെന്നതിന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ എന്ന് നീ വിവരമില്ലാത്ത നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിന്നോട് പറയട്ടെ, തെളിവുകൾ പറഞ്ഞാ തീരൂല. മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, തെളിവുകൾ ഒരുപാട് എനിക്ക് നിന്റെ മുമ്പിൽ പറയാനുണ്ട്, അത് പറഞ്ഞാ തീരൂല. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തിന്റെ മേലെ നിൽക്കുന്നു. പർവ്വതമൊന്ന് ചെറുങ്ങനെ കുലുങ്ങുന്നു. നബി തങ്ങൾ പറയുന്നു, ഉസ്കുനി ഉസ്കുൻ യാ ഉഹുദ്, ഓ ഉഹുദേ അടങ്ങിക്കോ, ഫഇന്നമാ അലക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി, നിന്റെ മേലെ ഉള്ളതൊന്ന് നബിയാണ്, ഒന്ന് സിദ്ദീഖാണ്, രണ്ട് ഷഹീദായി മരിക്കുന്ന മഹാന്മാരാണെന്ന് പറഞ്ഞ് നബി തങ്ങൾ ഉഹുദ് പർവ്വതത്തിന്റെ കുലുക്കം നിർത്തിയില്ലേ? അത് സഹീഹുൽ ബുഖാരിയിലില്ലേ? അതേ അക്രമം ചെയ്യുന്ന ഭരണാധികാരികൾ ഉണ്ടാകുമ്പോ, അതുപോലെ തന്നെ അക്രമം ചെയ്യുന്ന ജനങ്ങളുണ്ടാകുമ്പോ, അപ്പോൾ ഭൂമി ഒരു പക്ഷേ കുലുങ്ങിയെന്ന് വരാം. ഭൂമി കുലുങ്ങാൻ കാരണമാകാം.
അതേ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ഭരിക്കുമ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിൽ അന്തർലീനമായി കിടക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വളരെ വിശദമായി ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. ഇതുപോലെ തന്നെ കണ്ടില്ലേ നിങ്ങൾ, നൈൽ നദി ജാഹിലിയ കാലത്ത് നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈജിപ്തിലെ നൈൽ നദി കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അതിന്റെ ഒലിപ്പ് നിന്നു പോകും. പക്ഷേ സുന്ദരിയായ ഒരു പെണ്ണിനെ നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല ആഭരണം ധരിപ്പിച്ച് എന്നിട്ട് നദിയിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്താൽ നദി ഒഴുകും. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായി അതാ ഈജിപ്തിൽ ഭരണം നടത്തുമ്പോ വെള്ളത്തിന്റെ ഒഴുക്കങ്ങ് നിന്നുപോയി. അംർ ഇബ്നുൽ ആസ് തങ്ങളോട് ഒരു സുന്ദരിയായ തറവാട്ടുകാരിയായ പെണ്ണിനെ കൊണ്ടുപോയി അതാ നന്നായി അണിയിച്ചൊരുക്കിയിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തില്ലെങ്കിൽ വെള്ളം ഒഴുകുകയില്ല, അതാണ് ഞങ്ങളുടെ നാട്ടിലെ പതിവെന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, ഒരു പെണ്ണിനെ ഇന്നഹാദാലായകൂനും വഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ ഖബ്ലഹു, ഇസ്ലാമി ലോകത്തേക്ക് വന്നത് തന്നെ ഇത്തരത്തിലുള്ള നടക്കുമ്പോ ഖത്താബിന്റെ റിപ്പബ്ലിക്കിൽ ഞാൻ ഗവർണറായി ഇവിടെ നിൽക്കുമ്പോ അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുപോയി കുരുതി കൊടുക്കാൻ അനുവദിക്കൂല. 3 മാസത്തോളം വെള്ളമൊലിച്ചില്ല. ഫഖാമൂ സലാസത അശ്ഹുരിൻ ലാ യജ്രി ഖലീലൻ വലാ കസീറാ. 3 മാസത്തോളം നൈൽ നദിയിലെ വെള്ളമൊലിക്കുന്നില്ല. നൈൽ നദി ഈജിപ്തിൽ പോയവർക്കറിയാം, നൈൽ നദിയുടെ തീരങ്ങളൊക്കെ കൃഷികളെ കൊണ്ട് നിബിഡമാണ്. നല്ല നല്ല ഗോതമ്പത്തിന്റെ കൃഷി, ചോളത്തിന്റെ കൃഷി, അങ്ങനെയുള്ള കൃഷികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് നൈൽ നദിയുടെ ഇരുവശങ്ങളും. ധാരാളം കുതിരവണ്ടിയിൽ ചോളവും അതുപോലെ ഗോതമ്പുമൊക്കെ അഥവാ അത് കൊയ്തെടുത്തിട്ട് കൊണ്ടുവരുന്ന കാഴ്ച ആർക്കും സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയാണ്. ആ നൈൽ നദിയിലെ വെള്ളം കൊണ്ട് എത്ര ആളുകളാണ് ഉപകരിക്കുന്നത്. അതിന്റെ വെള്ളത്തിന്റെ ഒഴുക്കങ്ങ് നിന്നുപോയി 3 മാസത്തോളം. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നാട് വിട്ടു പോയാലോ എന്ന് ഈജിപ്തുകാർ തീരുമാനിക്കുന്ന സന്ദർഭത്തിലോളം എത്തിപ്പോയി. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ അവസ്ഥ വിവരിച്ചുകൊണ്ട് കത്തെഴുതിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഖദ് അസബ്ത, എന്റെ ഉദ്യോഗസ്ഥനല്ലേ നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി. ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ ഖബ്ലഹു, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നിരപരാധിയെ വെള്ളത്തിലിടാനോ തെറ്റ് ചെയ്യാത്ത പെണ്ണിനെ ആക്രമിക്കാനോ അനുവദിക്കുന്ന മതമല്ല. അതുകൊണ്ട് എന്ത് വേണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ അതാ വഖദ് ബഅസ്തു ഇലൈക ബിതാഖതൻ, ഞാനൊരു ചെറിയ ബിത്താക്ക തന്നെ യുഎഇയിലും വിദേശത്ത് പോകുന്നവർക്കൊക്കെ അറിയാം, ബത്താക്ക എന്ന് പറയും, ഒരു ചെറിയ കാർഡ്. ആ കാർഡിൽ ഞാൻ എഴുതിയിട്ടൊരു ബിത്താക്ക കൊടുത്തേക്കുന്നുണ്ട്. ആ കാർഡ് നിനക്ക് കൊടുത്തയച്ചു കഴിഞ്ഞാൽ ഫഅൽഖിഹാ ഫിന്നീൽ, നൈൽ നദിയിൽ നീ അത് കൊണ്ടുപോയങ്ങിട്ടോ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ഈ ബത്താക്ക അല്ലെങ്കിൽ ബിത്താക്ക ഈ കാർഡ് എഴുതിക്കൊടുത്തയച്ചപ്പോ മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങൾ അതിന്റെ പൊതിയൊന്നഴിച്ചിട്ട് എന്താണ് എഴുതിയതെന്ന് നോക്കി. സുബ്ഹാനല്ലാഹ് മിൻ ഉമറ അമീറുൽ മുഅ്മിനീന ഇലാ നീൽ മിസ്റ. അതേ, ഇത് അല്ലാഹു അമീറുൽ മുഅ്മിനീൻ ഉമർ എഴുതുകയാണ് നൈൽ നദിയിലേക്ക്. നൈൽ നദിക്ക് കത്തയക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അമ്മാ ബഅദ്, ബിസ്മിയും ഹംദും സലാത്തും സലാമൊക്കെ നിർവഹിച്ചതിന് ശേഷം എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഫൈൻ കുന്തി തജ്രി മിൻ ഖിബലികി ഫലാ തജ്രി, ഓ നൈൽ നദി, നീ നിന്റെ വകയിലാണ് ഒലിക്കുന്നതെങ്കിൽ നീ ഒലിക്കണ്ട. വൈൻ കാന അല്ലാഹുൽ വാഹിദുൽ ഖഹാർ ഹുവല്ലദീ യുജ്രീക്, അല്ലാഹനായ എല്ലാം അടക്കി ഭരിക്കുന്ന വാഹിദൽ ഖഹാർ യുജ്രീക്, ആ ഖഹാറായ ആ ഏകനായ പടച്ച റബ്ബിനോട് ഞങ്ങൾ ചോദിക്കുന്നു, അയ്യുജിരിയക്ക് നിന്നെ ഒന്ന് നടത്തിത്തരണമെന്ന് ഞങ്ങൾ ചോദിക്കുന്നു.
ഇതാണ് അതിന്റെ ഉള്ളിലുള്ളത്. അതേ ജനങ്ങളൊക്കെ നാട് വിട്ട് പോകാൻ ഒരുങ്ങി. അതേ ഈജിപ്തുകാരൊക്കെ നാട് വിട്ടു പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ബിത്ആഖ കൊണ്ടുപോയി നൈൽ നദിയിൽ ഇടേണ്ട താമസം. അതോടുകൂടെ നൈൽ നദി ഒലിക്കുകയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്. അവരെ കൈക്ക് പ്രത്യേക കഴിവാണ്. അവരെ കൈകൊണ്ട് അവരുടെ കത്തയച്ചാൽ മതി, അവരെ കൈകൊണ്ട് അവർ കുറിച്ചു കൊടുത്താൽ മതി, അവരെ കൈകൊണ്ട് എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതി. അവരെ കൈക്ക് അസാധാരണമായ കഴിവാണ്, അവരുടെ കാലിന് അസാധാരണമായ കഴിവാണ്, അവരുടെ കാതിന് അസാധാരണമായ കഴിവാണ്. കണ്ടില്ലേ, അവരെ കണ്ണിന് അസാധാരണമായ കഴിവാണ്. മിൻഹാലായതി ഉസ്മാന ദിന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് ഇമാം സുബക്കിയും ഇമാം റാസിയും ഒക്കെ എടുത്തുദ്ധരിക്കുകയാണ്. അതേ, ഒരു മനുഷ്യൻ റോട്ടിലൂടെ നടന്നു പോകുമ്പോ ഒരു സ്ത്രീയുടെ മുഖത്തേക്കൊന്ന് നോക്കിപ്പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി ഇങ്ങ് ചെല്ലുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, യദ്ഖുലു അഹദുക്കും വഫീ ഐനിഹി അസറുസ് സിനാ. ചിലരൊക്കെ എന്റെ വീട്ടിൽ കയറി വരുന്നുണ്ട്, അവരുടെ മുഖത്ത് വ്യഭിചാരത്തിന്റെ കല കാണുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ആഗതൻ ചോദിച്ചുപോയി, അവഹിയുൻ ബഅദ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷവും വഹി വരുന്നുണ്ടോ എന്ന് കേട്ട ആള് ചോദിച്ചുപോയി. ഓ സഹോദരന്മാരെ, നമ്മളൊരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യ ശരീരത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ കലകളുണ്ടാകും, നമ്മളത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എഴുന്നേറ്റൊന്ന് ചൊല്ലിക്കൊരു സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ബക്കറ്റുമായി വരുമ്പോ എല്ലാവരും നല്ല സഹായം ചെയ്യണം. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് കൃത്യം 7 മണിക്ക് വയൽ തുടങ്ങും. ഇന്ന് ഞാൻ 7:15 ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആരും എത്താത്തത് കൊണ്ട് ഞാൻ കുറച്ച് വൈക്കിയതാ. ഞാൻ വാസ്തവത്തിൽ ഇവിടെ 6 മണിക്ക് എത്തി, 6:30 എത്തിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒന്ന് വീട്ടിൽ പോയി വന്നതാ, ആരും എത്താത്തതുകൊണ്ട്. അതുകൊണ്ട് മഗ്രിബ് നിസ്കരിച്ച ഉടനെ 7 മണിക്ക് ഇൻഷാ അല്ലാഹ് വയൽ തുടങ്ങും. 9 മണിക്ക് വയൽ നിർത്തും. അതുകൊണ്ട് എല്ലാവരും മഗ്രിബ് നിസ്കരിച്ചാൽ സ്ത്രീകളൊക്കെ ഉടനെ വരണം. കാരണം അവർക്കൂടെ എല്ലാവർക്കും നിസ്കരിക്കാനുണ്ട്, സൗകര്യം കിട്ടില്ല. യാത്ര പോകുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക് 1-2 സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് സ്ത്രീകൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിസ്കരിച്ച ഉടനെ സ്ത്രീകൾ വരണം. പുരുഷന്മാര് കഴിയുന്നതും സ്ത്രീകൾ കൂടെ ഇല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിക്കാൻ തന്നെ ഇവിടെ വരണം. ഉടനെ ഇൻഷാ അല്ലാഹ് വയൽ തുടങ്ങും. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ മേഖലകളിലൊക്കെ ചില്ലറ പ്രശ്നങ്ങൾ കാരണത്താൽ പോലീസുകാർ ബൈക്കും കൊണ്ടൊക്കെ പോകുന്ന ആളുകളോട് 30 നിർത്തും, നാളെ മുതൽക്ക് 9 മണിക്ക് നിർത്തും, 7 മണിയുടെ മുമ്പ് ഇൻഷാ അല്ലാഹ് വയൽ ആരംഭിക്കും എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തതിന്റെ പേരിൽ കലകൾ, അടയാളങ്ങൾ കൊടുക്കും. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഈ സംഭവം പറഞ്ഞുകൊണ്ട് പറയാണ്, അന്ന കുല്ല മഅസിയത്തിൻ ലഹാ ഖദറുൻ വതൂരിസു നുഖ്തതൻ സൗദാ ഫിൽ ഖൽബി ബിഖദ്രിഹാ. ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് കാരണത്താൽ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴും. ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴും. തെറ്റ് കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയം കറുത്തിരുണ്ടു പോകും. പിന്നീട് അവന്റെ ഹൃദയത്തിലേക്ക് പ്രകാശം കടക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എത്ര ആയത്തോതിയിട്ട് വയത് പറഞ്ഞാൽ, എത്ര ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ, എത്ര കിതാബുകൾ വിവരിച്ചു കൊടുത്താൽ, മനുഷ്യൻ തെറ്റുകളിൽ പൂണ്ടുപിടിച്ച് ജീവിച്ചവനാണെങ്കിൽ, അതുപോലെ ആലിമീങ്ങളെയും ഔലിയാക്കളെയും ഒക്കെ ചീത്ത പറഞ്ഞു പോയവനാണെങ്കിൽ, അവന്റെ ഹൃദയത്തിന് കറുത്ത പാട് വീണുപോയതിനാൽ,
കണ്ണാടിയുടെ മേലെ കരിക്കട്ട കൊണ്ട് ധാരാളം തേച്ചു കഴിഞ്ഞാൽ ആ കണ്ണാടിയിലേക്ക് ടോർച്ചടിച്ചാൽ പ്രകാശം സ്വീകരിക്കൂല. ആ ടോർച്ചടിച്ചാൽ പ്രകാശം പ്രതിഫലിക്കൂല. ഇതുപോലെ തെറ്റുകളെ കൊണ്ട് കറപിടിച്ച് മനുഷ്യന്റെ മനസ്സങ്ങ് കറുത്തുപോയാൽ പ്രകാശം ജ്വലിക്കുന്ന വാചകങ്ങൾ അവന്റെ മനസ്സിലേക്ക് കേറൂല. എത്ര തന്നെ വയത് കേട്ടാലും, എത്ര തന്നെ ഖുർആൻ ഓതി പറഞ്ഞാലും, എത്ര തന്നെ ചരിത്രം പറഞ്ഞു കൊടുത്താലും, എത്ര കിതാബ് ഉദ്ധരിച്ചാലും നന്നായി കിട്ടൂല. പടച്ച റബ്ബേ, ഞങ്ങളെ ഖൽബുകളൊക്കെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. വല്ല കറുത്ത പാടുകളും ഞങ്ങളെ മനസ്സിലോ ഞങ്ങളെ ശരീരങ്ങളിലോ ഞങ്ങളെ വിവരക്കേട് കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ദൗർബല്യം കൊണ്ടോ വല്ല തെറ്റും സംഭവിച്ചിട്ട് വന്നു പോയെങ്കിൽ അതെല്ലാം നീ കഴുകി വൃത്തിയാക്കണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുഖം നോക്കി പറഞ്ഞില്ലേ, നിന്റെ മുഖത്ത് കാണുന്നുണ്ട് സിനയുടെ അടയാളം. ഇതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന് ഒളുവെടുക്കുമ്പോൾ ആ ഒളുവെടുക്കുന്ന സമയത്ത് മുഖം കഴുകിയാൽ മുഖത്തുള്ള കറകൾ കഴുകിപ്പോകുന്നു. അഥവാ മുഖത്ത് അവൻ ചെയ്തു പോയ ദോഷങ്ങൾ, ആ ദോഷങ്ങൾ ശരിയായ ഒതുവെടുക്കുമ്പോ അത് കഴുകിപ്പോകുന്നു. കൈ കഴുകുമ്പോൾ കൈയിന്റെ തെറ്റുകൾ കഴുകിപ്പോകുന്നു. അങ്ങനെ ഓരോ അവയവങ്ങളുടെ തെറ്റുകൾ അതാ സൽക്കർമ്മം ചെയ്യുമ്പോൾ കഴുകിപ്പോകുന്നുവെന്ന് പറഞ്ഞു. അത് സൽക്കർമ്മം അല്ലാഹു കബൂൽ ചെയ്താലല്ലേ? കബൂൽ ചെയ്തു എന്നതിന് നമുക്കൊരുറപ്പും കിട്ടുന്നില്ലല്ലോ. അതും ചെറുദോഷങ്ങളാണ് കേട്ടോ. വൻ പാപങ്ങൾ തൗബ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടൂല. അതുകൊണ്ട് ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, അന്യപുരുഷന്മാരും സ്ത്രീകളും പരസ്പരം നോക്കുന്നത് ഹറാമല്ലേ? അല്ലൈനാനി സിരാഹുമന്നദറു, അതേ കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും മുഖത്തു നോക്കി സംസാരിക്കുന്ന ശൈലിയുണ്ടല്ലോ, ആ ശൈലി ഒരിക്കലും തന്നെ അതാ മുസ്ലിമീങ്ങൾക്ക് അനുയോജ്യമല്ല, ഒരിക്കലും തന്നെ നമുക്ക് പാടുള്ളതല്ല. വല്ല സ്ത്രീകളുമായും നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുക നോക്കി രസിക്കുന്ന ഏർപ്പാട് നിർത്തണം. ഞാൻ എന്റെ വിവാഹമെന്ന പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിശ്ചയിച്ചതുകൊണ്ട് മാത്രം ആ പുതുമാരൻ അല്ലെങ്കിൽ പുതിയാപ്പിള, ആ വരനായി വരുന്ന മനുഷ്യൻ പെണ്ണിന് ഹലാലാകൂല. ഇതുപോലെ തന്നെ ആ പെണ്ണ് അവനും ഹലാലാകൂല. അതുകൊണ്ട് പണം ധാരാളം നമുക്ക് അല്ലാഹു തആല തന്നപ്പോ സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന് വേണ്ടി പെണ്ണിനെ കണ്ടതു മുതൽ പിന്നെ ആ പെണ്ണിനെ കാണുന്നതിന് കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവളുമായി എന്തും പറഞ്ഞ് രസിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ കടുത്ത തെറ്റാണെന്നും അത്തരത്തിൽ ചില പെൺകുട്ടികളെ വിവാഹം നിശ്ചയിച്ചതിന് ശേഷം അതേ പുതിയാപ്പിളയായി വരുന്ന നിക്കാഹിന് മുമ്പ് തന്നെ കൂടെയൊന്ന് ടൂറിന് കൊണ്ടുപോകാൻ അയച്ചു കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തീരുമാനിച്ച അള്ളാഹുവിന്റെ ദീന് വില കൽപ്പിക്കാത്ത ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കരുതേ ചെറുപ്പക്കാരേ.
ഹറാമിന് വേണ്ടി നിങ്ങൾക്ക് അല്ലാഹു തന്ന പെൺകുട്ടികളെ നിങ്ങൾ അയച്ചു കൊടുക്കരുതേ ഉമ്മമാരെ, പിതാക്കളെ. ഏത് പുതിയാപ്പിള പറഞ്ഞാലും, ഏത് അമ്മോശൻ പറഞ്ഞാലും, ഏത് രാജാവ് പറഞ്ഞാലും, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നിങ്ങൾ കേട്ടില്ലയോ? ഇന്നലെ ഞാൻ അവസാനം പറഞ്ഞ ആ പെണ്ണിന്റെയും കുട്ടിയുടെയും ചരിത്രം നിങ്ങൾ കേട്ടില്ലയോ? അള്ളാഹുവിന്റെ ദീനിന് വില കൽപ്പിക്കുന്നതിന് പകരം ദുനിയാവിന്റെ സ്ഥാനമാനത്തിനും സുഖാനുഭൂതികൾക്കും വില കൽപ്പിക്കുന്ന ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. കറാമത്തുകളെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ തീരൂല. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അതേ മദീനത്തെ മിമ്പറിൽ നിന്ന് വിളിച്ചു. കിലോമീറ്ററുകൾ എത്രയോ അകലെയുള്ള നഹാബന്ദിൽ വെച്ച് സാരിയ റളിയല്ലാഹു അൻഹു കേട്ടു. അതും ഇമാം സുബ്കിയും ഇമാം റാസിയും അതേ വിവരിക്കുന്നു. അതുപോലെ പണ്ഡിതന്മാരൊക്കെയും വിവരിക്കുന്നു. എന്തിനധികം പറയണം, ഒരു പർവ്വതത്തിന്റെ മേലെ നിന്നൊരു തീ പടരുന്നൊരു സ്വഭാവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എടുത്തു കൊടുക്കുന്നു. ഈ മേത്തട്ടം കൊണ്ട് തീയിനെ നിങ്ങൾ തെളിച്ചോടിച്ചോ എന്ന് പറഞ്ഞ് മേത്തട്ടം എടുത്തു കൊടുത്തപ്പോ ആ തട്ടം കൊണ്ട് വീശുമ്പോൾ തീ പിറകോട്ട് 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 പോകുന്നത് അവിടെയുള്ള ജനങ്ങൾ കണ്ടില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ദുനിയാവിന് വില കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് റോമൻ ചക്രവർത്തിയുടെ ഒരു പ്രതിനിധി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടൊരു ചർച്ചയ്ക്ക് വന്നപ്പോ, ചർച്ച ചെയ്യാൻ വന്നപ്പോ ഭരണാധികാരിയുടെ കൊട്ടാരം എവിടെയെന്നാണ് ചോദിക്കുന്നത്. കൊട്ടാരമില്ല, ഏതെങ്കിലും മരത്തിന്റെ തണലിൽ ഉമർ ഇബ്നുൽ ഖത്താബ് വിശ്രമിക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ആ റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധി ഭരണാധികാരിയെ കാണാൻ മരത്തിന്റെ ചുവട്ടിലേക്ക് ചെന്നു നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മരത്തിന്റെ ചുവടെ ഉറങ്ങുകയാണ്. അവന് തോന്നി, അലിഹാദൽ മിസ്കീനി യർതജുൽ മശ്രിഖു വൽ മഗ്രിബു, ഈ മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങുന്ന ഈ സാധു മനുഷ്യൻ, ഇയാളെയാണോ ലോകമൊട്ടാകെ പേടിച്ചു വിറക്കുന്നത്? ഇദ്ദേഹത്തിന്റെ കഥ ഇപ്പൊ തന്നെ അങ്ങ് കഴിച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ. വാളൂരിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വെട്ടാൻ സമീപത്തേക്കങ്ങ് ചെല്ലുമ്പോ അതാ ഇമാം റാസി രേഖപ്പെടുത്തുന്നു, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ രണ്ട് ഭാഗത്തു നിന്ന് രണ്ട് സിംഹങ്ങൾ എടുത്തിങ്ങി ചാടി. എവിടുന്ന് വന്നു എന്നറിയില്ല. ആഗതൻ പേടിച്ച് വിറച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോ ഒരു മനുഷ്യൻ സമീപത്ത് വന്ന് വിറക്കുന്നു. എന്താ മോനെ? ഒന്നുമില്ല. എന്തൊന്നുമില്ല എന്ന് വെറുതെ തന്നെ വിറക്കല, ടൈഫോയിഡാ. എന്താണ്? എന്തുകൊണ്ട് വിറക്കുന്നു? അദ്ദേഹം അവസാനമുള്ള സത്യം പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാനത് കാരണമായി. ഓ സുഹൃത്തുക്കളെ, ആവശ്യത്തിനാണ് കറാമത്ത്. സയ്യിദുനാ ഇമാം നബവി റളിയല്ലാഹു അൻഹു അതാ ഒരു മദ്രസയിൽ മഹാനവറുകൾ അവിടെ ദർസ് നടത്തുകയാണ്. ഭരണാധികാരി കയറി വന്നു. ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട മുഴുവൻ കിതാബുകളും ഇവിടുന്ന് എടുത്ത് മാറ്റണമെന്ന് ഓർഡർ ചെയ്തു. അവിടെ വഖഫ് ചെയ്യപ്പെട്ട, അവിടുന്ന് നീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വഖഫാണ്, അത് മാറ്റാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഇമാം നവവി എത്ര പാവപ്പെട്ട മനുഷ്യന് വിനയത്തോടെ ജീവിക്കുന്ന ആളാണ്. സ്വന്തം തൊപ്പികട്ടുപോയപ്പോൾ പോലും തൊപ്പിക്കട്ടവന് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് ആ തൊപ്പിക്കട്ടവനോട് പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി പിന്നാലെ ഓടിയ മഹാനാണ് ഇമാം നബവി. പക്ഷേ ഈ കിതാബ് ഇവിടുന്നെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞപ്പോ അപ്പോഴല്ലേ ആ പണ്ഡിതന്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഭരണാധികാരിയോട് പറഞ്ഞു, സമ്മതിക്കൂല. ഭരണാധികാരിക്ക് ദേഷ്യം പിടിച്ചു. ഇതെന്ത് മുസ്ലിയാരാ, ഞാനൊരു തീരുമാനമെടുക്കുമ്പോ അതിനെതിരെ പറയാൻ. സുബ്ഹാനല്ലാഹ്. ഏത് കമ്മിറ്റിയാണെങ്കിലും ഏത് ഭരണാധികാരിയാണെങ്കിലും സത്യം തുറന്നു പറയുകയും ഹക്കിന്റെ പിന്നാലെ നിൽക്കുകയും ചെയ്യുന്ന പണ്ഡിതന് മാത്രമേ പടച്ചവന്റെ അടുക്കൽ അംഗീകാരമുള്ളൂ.
കമ്മിറ്റിക്കാർക്കൊപ്പിച്ചിട്ട് അതേ പത്തിരിയും ഇറച്ചിയുമാണ് എന്റെ മദ്ഹബ് എന്ന് പണ്ടൊരാള് പറഞ്ഞതുപോലെ പത്തിരിക്കും ഇറച്ചിക്കും അനുസരിച്ച് മസ്അല പറയുന്നവനാകാൻ പറ്റുമോ? മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഗൗരവത്തോടെ പറഞ്ഞു കിതാബ് നീക്കാൻ അനുവദിക്കൂല. മഹാനായ ഇമാം നവവിയെ പിടിക്കാൻ വേണ്ടി ആ ഭരണാധികാരി ഇങ്ങോട്ട് പിടിച്ചടിക്കാൻ വേണ്ടി കയ്യോങ്ങുകയാണ്. പിന്നെ കണ്ടത് അതാ ഇറങ്ങി ഓടുന്നതാണ്. ഓടിച്ചെന്നിട്ട് ഓഫീസിൽ ചെന്നിട്ട് മാനേജറോട് പറയുന്നു, ആ പണ്ഡിതന് ഇനി ഭക്ഷണം കൊടുക്കരുത്, ശമ്പളം കൊടുക്കരുത്. അപ്പോഴാണ് മാനേജർ പറയുന്നു, ആരാണ് ആ പണ്ഡിതൻ? നോക്കുമ്പോൾ യഹ്യ ഇബ്നു ശറഫിൻ നവാവി, ഇമാം നവവിയാണ്. ഒരെണ്ണത്തിന്റെ മാനേജറെ മറുപടി, അദ്ദേഹം നമ്മളെ ഭക്ഷണം കഴിക്കാറില്ല. ബാപ്പ കൊണ്ട് കൊടുക്കുന്ന ഈത്തപ്പഴവും വെള്ളവും ചെറിയ ഭക്ഷണവും കഴിച്ച് ദിവസേന നോമ്പെടുത്ത് ജീവിക്കുന്ന മഹാനാണത്. അത്താഴവും ബാപ്പ തന്നെ കൊണ്ട് കൊടുക്കുന്നതാണ്. നമ്മളെ ഭക്ഷണം കഴിക്കാറില്ല. 5 പൈസ ഇന്ന് വരെ ശമ്പളവും പറ്റിയിട്ടില്ല. അത് പറഞ്ഞപ്പോൾ ഭരണാധികാരി പറഞ്ഞു, അത് തന്നെയല്ലേ ഞാനാ കണ്ട സിംഹം. അദ്ദേഹത്തെ പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ എന്നിലേക്ക് വാവിളർന്നു നിൽക്കുന്നതൊരു സിംഹമാണ്. ദുന്യാവിനെ വില കൽപ്പിക്കാത്ത പണ്ഡിതന്മാർ അവര് തന്നെയല്ലേ ഔലിയാക്കൾ, അവര് തന്നെയല്ലേ കറാമത്തുള്ളവർ. അങ്ങനെ എത്രയെത്ര കറാമത്തുകളാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരടിമ. അതേ വലിയ സ്നേഹത്തിലാണ്. പക്ഷേ അദ്ദേഹം ഒരു കളവ് നടത്തിപ്പോയി. കട്ടത് തെളിഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബിന് സ്നേഹിതനെ നോക്കിയിട്ട് ദീന് പറയാൻ പറ്റുമോ? സ്നേഹിതനാണോ അല്ല ശത്രുവാണോ നോക്കിയിട്ടല്ലല്ലോ മതത്തിന്റെ നിയമം നടപ്പാക്കേണ്ടത്. അതല്ലേ മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈമുറിക്കണമെന്ന് വിധിച്ചു. അദ്ദേഹത്തിന്റെ കൈമുറിക്കുമ്പോൾ അദ്ദേഹം അതിന് നിന്നുകൊടുത്തു. ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തോട് കട്ടുപോയതാണ്. ഈമാനൊക്കെ അയാൾക്കുണ്ട്, പക്ഷെ ഒരു തെറ്റ് ചെയ്തു പോയതാണ്. അദ്ദേഹം കൈ നീട്ടിക്കൊടുത്തു, കൈമുറിച്ചു. ആ കൈമുറിച്ചതിന് ശേഷം അദ്ദേഹം അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കണ്ടു, ഇബ്നുൽ ഖറാ കണ്ടു. നിന്റെ കയ്യാര് മുറിച്ചു എന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അതാ അദ്ദേഹം പറയുന്നു, ഖതഅഹാ സൗജുൽ ബതൂൽ ഖതനുർ റസൂൽ. എന്റെ കൈ മുറിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ഭർത്താവാണ്, പുതിയാപ്പിളയാണ്, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നേതാവാണ്, യസൂബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അവലംബമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവര് ചോദിച്ചു, കൈമുറിച്ചിട്ടും നിങ്ങൾ അദ്ദേഹത്തിന്റെ ബഹുമാനം പറയുന്നത് എന്തേ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയാണ് പഠിക്കേണ്ടത്. മുഅ്മിനീങ്ങളെ, വലിമല്ല അംദഹുഹു, ഞാൻ അദ്ദേഹത്തിന്റെ മദ്ഹ് എങ്ങനെ പറയാതിരിക്കും? വഖദ് ഖതഅയതി ബിഹഖ്ഖിൻ, എന്റെ കൈ അയാള് വെറുതെ മുറിച്ചതല്ല, ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എന്റെ കൈ മുറിച്ചത്. വഖല്ലസനി മിനന്നാർ, ഇവിടെ അദ്ദേഹം കൈമുറിച്ചിട്ടുണ്ടെങ്കിലും അതിലൂടെ ആഖിറത്തിലുള്ള എന്റെ ശിക്ഷയാണ് അദ്ദേഹം ഒഴിവാക്കി തന്നത്. അതുകൊണ്ട് എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ സൽമാനുൽ ഫാരിസി തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സമീപത്ത് ചെന്ന്, നിങ്ങൾ കൈമുറിച്ച മനുഷ്യൻ നിങ്ങളെ ബഹുമാനവും പറഞ്ഞു നടക്കുന്നുവെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ അദ്ദേഹത്തെ വിളിപ്പിക്കുന്നു. മുറിച്ചു മാറ്റിയ കൈയിന്റെ കഷ്ണം കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ തണ്ടം കൈയിന്റെ അടുക്കല കഷ്ണം വെക്കുന്നു. എന്നിട്ടൊരു ചതാ ഒരു ടവ്വല് കൊണ്ട് അതൊന്ന് പൊതിയുന്നു. എന്നിട്ടൊരു പ്രാർത്ഥന നടത്തുന്നു.
ഫസമീനാ സൗതം മിനസ്സമാ, അപ്പോൾ മേൽഭാഗത്ത് നിന്ന് ഞങ്ങളൊരു ശബ്ദം കേൾക്കുന്നു, ഇർഫഇർ റിദാ, ആ തട്ടമൊന്ന് പൊക്കിക്കോ. അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിനെ സ്നേഹിച്ച് ജീവിച്ചവർ, ഫർദും സുന്നത്തും എടുത്ത് ജീവിച്ചവർ, ഹറാമ് കൈയൊഴിച്ചവർ, അവരെ കൈക്ക് പവറുണ്ട്, കൈക്ക് ശക്തിയുണ്ട്, അവരെ കാലിന് കഴിവുണ്ട്, അവരെ കാതിന് കഴിവുണ്ട്, അവരെ കണ്ണിന് കഴിവുണ്ട്. അത് സാധാരണ കഴിവല്ല. ഓ സുഹൃത്തുക്കളെ, ആ നിലക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഔലിയാക്കൾക്ക് ഖുലഫാഉർ റാശിദീങ്ങൾക്ക് കറാമത്ത് നൽകി. സഹാബത്തിൽ പലർക്കും പല കറാമത്ത് നൽകി. അതേ സിംഹത്തെയല്ലേ കണ്ടുമുട്ടിയത്? യാത്രയിൽ കപ്പൽ തകർന്നിട്ട് അവസാനം ഒരു കരക്ക് പിടിച്ചപ്പോൾ ആ കരയിലൂടെ നീങ്ങുമ്പോ ഒരു വലിയ കാട് പോലുള്ള സ്ഥലത്താണ് എത്തിയത്. സിംഹമാണ് മുന്നിൽ വന്ന് ചാടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്തെടുക്കുന്ന സഫീന, അതാ സിംഹം മുന്നിലേക്ക് ഇങ്ങ് ചാടിയപ്പോ, ഇത്തഖി അന മൗലാ റസൂലില്ലാഹി, സൂക്ഷിച്ചോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ്, ഞാൻ റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുക്കുന്ന ഗർജിച്ചപ്പോൾ സിംഹം വാലാട്ടിയില്ലേ? സഫീന റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങളുടെ കൂടെ എത്തിക്കുന്നത് വരെ അംഗരക്ഷകരായി നീങ്ങിയില്ലേ? വമൻ യഹ്കുൻ ബിറസൂലില്ലാഹി نصرته إن تلقاه الأسد في أعجابها التجيبين. അതല്ലേ ഇമാം ബൂസരി തങ്ങൾ ചൊല്ലിയത്? ചൊല്ലിക്കൊരു സലാത്ത്, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന കറാമത്ത്, നബിതങ്ങൾ പഠിപ്പിച്ച ദീനിന് വേണ്ടി എന്തും ത്യജിക്കാൻ തുനിയുന്നവർക്ക് കൊടുക്കുന്ന കറാമത്ത്, ആ റബ്ബിന്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർക്ക് നൽകുന്ന കറാമത്ത്, ആ റബ്ബിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നവർക്ക് നൽകുന്ന കറാമത്ത്, അതുണ്ടോ നിഷേധിക്കാൻ കഴിയുന്നു? അതെത്രയെത്ര ഹദീസുകളാണ്, എത്രയെത്ര ആയത്തുകളാണ്, എത്രയെത്ര ചരിത്ര സംഭവങ്ങളാണ്. അതുകൊണ്ടല്ലേ റബ്ബ് പറഞ്ഞത്, അലാ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹി, അല്ലാഹുവുമായി അടുത്തിട്ടുള്ള ആളുകൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു വിഷയത്തിലും അല്ലാഹുവിനെ ഭയപ്പെടുന്നതിനപ്പുറം പേടിയില്ല. അവരെ ഭീഷണിക്ക് അവര് വഴങ്ങൂല. അവരല്ലാഹനെ ഭയപ്പെട്ടാണ് അവരെ ജീവിതം. വലഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖമില്ല, അവർക്ക് ടെൻഷനില്ല. അവരുറപ്പിച്ചിരിക്കുന്നു, അല്ലാഹു തീരുമാനിച്ചത് നടക്കും, അല്ലാഹു തീരുമാനിക്കാത്തത് നടക്കൂല. അവര് പിന്നെ ആരെ ഭയപ്പെടാനാണ്? അവർക്കെന്ത് ടെൻഷനാണ്? അതല്ലേ സന്തോഷം. ഓ സുഹൃത്തുക്കളെ, അവിടെ അവര് പണത്തിനല്ല, സ്ഥാനമാനത്തിനല്ല, അധികാരത്തിനല്ല അവര് കാണുന്നത്. അവരെ കണ്ണുകൊണ്ട് കാണുന്നത് അവര് റബ്ബിനെയാണ്. അഥവാ അവരെ മനസ്സിൽ അവര് സ്നേഹിക്കുന്നതും അവരെ മനസ്സുകൊണ്ട് കാണുന്നതും റബ്ബിനെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും റബ്ബുമായി അടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അബ്സിർ ബിഹി, അവന്റെ കാഴ്ച അത്ഭുതം തന്നെ. വാസ്മിഅ്, അവന്റെ
കേൾവി അത്ഭുതം തന്നെ. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. ഇരുന്നോളൂ, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറയുന്നു, അതെ, അല്ലാഹുവിനെ കൂടാതെ ഒരു സംരക്ഷകനും അവർക്കില്ല. അവന്റെ തീരുമാനത്തിൽ ആരെയും അവൻ പങ്കുചേർക്കുന്നില്ല. അവന് മാത്രമാണ് അധികാരം. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക. ഓ നബിയെ, തങ്ങളെ റബ്ബിന്റെ കിതാബിൽ നിന്ന് തങ്ങൾക്ക് വഹയായി അറിയിക്കപ്പെട്ട് തങ്ങൾ ഓദിക്കോ. നബിയെ, ഖുർആൻ ഓദിക്കോ, ഓതി കേൾപ്പിച്ചോ. ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നിങ്ങളും പരിശുദ്ധ ഖുർആൻ ഓദിക്കോ. ഏത് ശർറും തടുക്കാൻ കാരണമാണ്, ഏത് വിഷമവും നീങ്ങാൻ കാരണമാണ്, നമ്മുടെ ഖൽബിന് പ്രകാശം കിട്ടാൻ കാരണമാണ്. ലാ മുബദ്ദില ലികലിമാതിഹി. അവന്റെ വചനങ്ങളെ മാറ്റിമറിക്കുന്ന ആരുമില്ല. അവന്റെ തീരുമാനം അവൻ നടപ്പാക്കുന്നു. അവന്റെ പരിശുദ്ധ ഖുർആനിന് ഒരു പോറലും ഏൽപ്പിക്കാൻ ഒരു ശത്രുവിനും കഴിയില്ല. ആ ഖുർആനിൽ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല, ഉള്ളത് കുറക്കാൻ കഴിയില്ല. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഇവിടെ നിലനിർത്തുകയും ചെയ്യും. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും പിഴച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഏത് പുതിയ കക്ഷികൾ വരുന്നുണ്ടെങ്കിലും അവരെല്ലാം അബദ്ധത്തിലാണ്. ഖുർആൻ അനന്തരമായി കൈകാര്യം ചെയ്യുന്ന സത്യസന്ധരായ മഹാന്മാർ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്നതാണ്. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ. ആ റബ്ബിനെ കൂടാതെ നിങ്ങൾക്ക് പോയി കൂടാനോ അഭയം തേടാനോ നിങ്ങൾക്ക് മാറി നിൽക്കാനോ ഒരു സ്ഥലവും നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ കൂടിച്ചേർന്നു അലിമീങ്ങളെ കൂടെ, നിങ്ങൾ കൂടിച്ചേർന്നു ഔലിയാക്കളെ കൂടെ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ. അതേ, 5 നേരം പള്ളിയിൽ നിസ്കരിക്കുന്ന ആ മുഅ്മിനീങ്ങളില്ലേ, പണ്ഡിതന്മാരില്ലേ, രാവിലെയും വൈകുന്നേരവും ഒക്കെ ദിക്റും ദുആയും സ്വലാത്തും ഒക്കെയായി ജീവിക്കുന്ന മഹാന്മാരില്ലേ, നിങ്ങൾ അവരുടെ കൂടെ നിങ്ങളെ ശരീരവും ബന്ധാക്കി വെച്ചോ. യുരീദൂന വജ്ഹ. അവർ അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതിയാണ് പ്രവർത്തിക്കുന്നത്, അല്ലാഹുവിന്റെ പൊരുത്തം കരുതിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കൂടെ നിങ്ങളും മുരീദന്മാരായിക്കോ. നേരെ മറിച്ച് ഞാൻ വലിയാണ്, ഖുതുബാണ്, ഖുതുബുസ്സമാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തിന് ജമാഅത്തിന് പോകാതെ, ജുമഅക്ക് പങ്കെടുക്കാതെ, ചിലപ്പോ നിസ്കരിക്കാതെ, അല്ലെങ്കിൽ നിസ്കരിക്കുന്നവന്റെ നിസ്കാരമില്ലാതെയാക്കി. നിസ്കാരമൊന്നുമല്ല പ്രശ്നം, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രശ്നം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്ക് ഞാൻ ദിക്റായി തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്കാരം കൈയൊഴിപ്പിക്കുന്ന, മുസ്ലിമീങ്ങളെ പിഴപ്പിക്കുന്ന, ശൈഖന്മാരുടെ പേരിൽ ജീവിക്കുന്ന ദീനിന്റെ എതിരാളികളില്ലേ, അവരെ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് ആരും പെട്ടുപോകണ്ട. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും. റബ്ബിനോട് പ്രാർത്ഥന നടത്തുന്ന ഈ ആയത്തിന്റെ തഫ്സീറിൽ നിങ്ങൾക്ക് കാണാം 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന മഹാന്മാർ എന്ന് തന്നെ ഇതിന്റെ തഫ്സീർ കാണാം. അങ്ങനെ 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന പണ്ഡിതന്മാർ, അതുപോലെ തന്നെ കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നവർ, അല്ലാഹു കൽപ്പിച്ച ദിക്റും ദുആയും ഒക്കെ അതിന്റെ മുറപ്രകാരം കൊണ്ടുവരുന്നവർ, അവരുടെ കൂടെ നിങ്ങളെ ശരീരവും നിങ്ങൾ ബന്ധാക്കി വെച്ചോ. അങ്ങനെയുള്ള പണ്ഡിതന്മാരാകുന്ന ശൈഖന്മാരെയാണ് സ്വീകരിക്കേണ്ടത്. ഖുർആൻ പഠിപ്പിക്കുകയാണ്, യുരീദൂന വജ്ഹ. മുരീദാകണം. മുരീദ് എന്ന് പറഞ്ഞാൽ അതാ എനിക്ക് ഈ വകയിൽ കീശയിൽ ക്യാഷ് കിട്ടണമെന്ന്, പണത്തിന്റെ മുരീദല്ല. സ്ഥാനമാനം കിട്ടി എന്റെ കൈപിടിച്ച് ജനങ്ങൾ ചുംബിക്കണമെന്ന് വിചാരിക്കുന്ന മുരീദല്ല. മറിച്ച് ഏത് മുരീദ്? യുരീദൂന വജ്ഹ. അല്ലാഹുവിന്റെ പൊരുത്തം കരുതിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന മുരീദായി നീ മുന്നോട്ട് നീങ്ങിക്കോ. വലാ തഇദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. അപ്പോൾ പിന്നെ നീ കുറെ മുതലാളിമാരെ അപ്പുറത്ത് കാണുന്നു, കുറെ ഭരണാധികാരികളെ ഇപ്പുറത്ത് കാണുന്നു. ഇങ്ങനെ ദുനിയാവിന്റെ ആഡംബരങ്ങളുമായി ജീവിക്കുന്ന പലരെയും കാണുന്നു. അവർക്ക് ഈ മുതഅല്ലിമീങ്ങളെ കൂടെ, ഈ പാവപ്പെട്ട സാധുക്കളുടെ കൂടെ വന്നിരിക്കാൻ അവരുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല. അവര് അഹങ്കാരികളായി നീങ്ങുകയാണ്. അവർക്ക് ഈ മുതഅല്ലിമീങ്ങളെ കൂടെ ഇരിക്കാൻ അവരെ മനസ്സനുവദിക്കുന്നില്ല. ഈ പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കാൻ അവരെ മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള അഹങ്കാരികളായി വല്ലവരും
പണത്തിന്റെ പവർ കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, സ്ഥാനമാനം കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങളെ കണ്ണ് നിങ്ങൾ തിരിക്കണ്ട. അഹങ്കാരികൾ അവരെ പാട്ടിക്ക് പോകട്ടെ. വലാ തുസീമൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മളെ സ്മരിക്കുകയും നമ്മളെ ദിക്ർ ചൊല്ലുകയും ചെയ്യുന്നതിൽ നിന്ന് മനസ്സിന് പൂട്ടിട്ട് കളഞ്ഞ, മനസ്സിനെ നമ്മൾ മാറ്റിത്തിരിച്ചു കളഞ്ഞ ആ കക്ഷികളെ നിങ്ങൾ അനുസരിച്ച് പോകണ്ട. വത്തബാ ഹവാഹു വകാന അംറുഹു ഫുർതാ, അവരുടെ പണത്തിന്റെ ആ മതിപ്പളവളത്തിൽ അവരതാ ഹറാമും ഹലാലുമില്ലാതെ ജീവിക്കുന്നു, അവരതാ ആലിമീങ്ങളെ നിന്ദിക്കുന്നു, അവരതാ പാവപ്പെട്ടവരെ ആക്രമിക്കുന്നു. അങ്ങനെ അതിരുവിട്ട് കടന്ന ചിന്തയുമായി തടിയിച്ചെ പിന്തുടർന്ന് ജീവിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും തന്നെ അനുസരിച്ചു പോകണ്ട. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ടായിരുന്നു. പാവപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവും സുഹൈബ് റളിയല്ലാഹു അൻഹുവും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവും ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവും ആമിർ ഇബ്നു ഫൈർ റളിയല്ലാഹു അൻഹുവും ഒക്കെ സാധുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കയറി വന്നു. ഉയൈനത്ത് ഇബ്നു ഹിസ്നുൽ ഫസാരി എന്ന് പറയുന്ന ഒരൽപ്പം പണക്കാരനായ, കുറച്ചും അധികാരമുണ്ടെന്നും ഞാൻ വലിയ തറവാട്ടുകാരനാണെന്നും ഞാൻ വലിയ കെങ്കേമനാണെന്നും ഒക്കെ തോന്നുന്നൊരു മനുഷ്യനാണ്. അയാൾ വന്നിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കൈയിന്റെ മുട്ടുകൊണ്ടൊരു കുത്തുകൊടുത്തു. എന്നിട്ടതാ ഒന്ന് മാറ്റിയിരിക്കടോ എന്ന് പറഞ്ഞങ്ങ് മാറ്റിയിരുത്താൻ ശ്രമിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതാ ഇവനെ വിയർപ്പ് മണക്കുന്നു. ഓ മുഹമ്മദേ, നിന്റെ സദസ്സിലേക്ക് ഞാൻ കയറി വരുമ്പോ ഇങ്ങനത്തെ പാവപ്പെട്ടവരെ ഇവിടെ സദസ്സിലിരുത്തരുത്. അവരിരുന്നത് കണ്ടാൽ ഞാൻ അവരെ പുറത്താക്കും ഇവിടെ നിന്ന്, ഞാൻ അവരെ അടിക്കും ഇവിടെ നിന്ന്. അവന്റെ ആ വിയർപ്പ് എനിക്ക് നാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അവര് പുറത്ത് പോയാൽ ഞങ്ങൾ പുറത്തു പോയതിനു ശേഷം വേണമെങ്കിൽ കേറ്റിക്കോ, ഞങ്ങൾ ഒന്നായിട്ടിരുത്താൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അല്ലാഹു തആല ഇറക്കിയ ആയത്താണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ. പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ട് നിസ്കാരത്തിനും ദിക്റിനും ദുആക്കും ഒക്കെ വരുന്ന ആ സാധുക്കൾ അവരെ കൂടെ ഇരുന്നോ നബിയേ, അവരെ കൂടെ ശരീരം ബന്ധാക്കി വെച്ചോ നബിയേ. ആ അഹങ്കാരികളായ പണക്കാരോ അധികാരസ്ഥന്മാരോ അവരുടെ ആ ഇൻസൾട്ടാക്കിയുള്ള സംസാരത്തിൽ ഒരു വിലയും വെക്കരുതേ നബിയേ. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, തങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞു അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സത്യം നിങ്ങളെ റബ്ബിൽ നിന്നുള്ളതാണ്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ആരാണ് ഉദ്ദേശിക്കുന്നത് അവർ മുഅ്മിനാകട്ടെ, ആരാണ് ഉദ്ദേശിക്കുന്നത് അവരതാ അവിശ്വാസിയാകട്ടെ. നിങ്ങൾ അവിശ്വാസിയായാലും വിശ്വാസിയായാലും എനിക്കിവിടെ ഒന്നും വരാനില്ല, എന്റെ കൂടെയുള്ള സാധുക്കൾക്കൊന്നും സംഭവിക്കാനില്ല. അക്രമം ചെയ്യുന്നവർക്ക് നമ്മൾ നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് നബിയേ. അതിന്റെ പുകയതാ നരകത്തിലങ്ങ് കിടക്കുമ്പോ അതിന്റെ ഗൗരവമേറിയ പുക കൊണ്ട് അവരെ അതാ വന്ന് പൊതിഞ്ഞു പോകുന്നു. ആ നരകത്തിൽ കിടന്നിട്ട് ദാഹിച്ച് വിഷമിച്ച് തൊണ്ട പൊട്ടിയിട്ട് അവരതാ വെള്ളം തരുവോ ഭക്ഷണം തരുവോ എന്ന് സഹായം ചോദിക്കുമ്പോ അവർക്കതാ ജൈത്തന്നയുടെ കീടം പോലത്തെ ഒരു സാധനം, വല്ലാത്ത ചൂട് ശക്തിയായ സാധനം കൊണ്ടുവരുന്നു. അവരുടെ മുഖത്തിന്റെ സമീപത്തിങ്ങെത്തുമ്പോഴേക്ക് മുഖം അതാ കരുവാളിച്ച് മുഖം കറുത്തുപോയി, മുഖം ചുട്ടുപോയി. വല്ലാത്ത ദുഷിച്ച ഒരു പാനീയം തന്നെ. ആ
നരകവും നരകത്തിലുള്ള വസ്തുക്കളും അവരുടെ ദുന്യാവിലുള്ള സുഖത്തിന് പകരം എല്ലാ വിഷമവുമുള്ള സ്ഥലമായി പോയി. അതേ സമയത്ത് ദുന്യാവിന് അമിതമായ വില കൽപ്പിക്കാതെ പടച്ചവന് തഖ്വ ചെയ്ത് ജീവിച്ചവരും ഈമാനിന് വില കൽപ്പിച്ചവരുമാണെങ്കിൽ ഇന്നല്ലദീന ആമനൂ വഅമിലു സാലിഹാത്തി, നിശ്ചയമായും ഈമാനുള്ളവർ വഅമിലു സാലിഹാത്തി, സൽക്കർമ്മം ചെയ്ത് കൃത്യമായി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ആലിമീങ്ങളെ ആദരിക്കുകയും മുത്തല്ലിമീങ്ങളെ സ്നേഹിക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും സദഖ ചെയ്യുകയും അങ്ങനെ തുടങ്ങിയ എല്ലാ നല്ല കാര്യവും ചെയ്തവരാണെങ്കിൽ അജ്റമൻ അഹ്സന അമലാ, പ്രവർത്തനം നന്നാക്കിയവന്റെ പ്രതിഫലം നമ്മൾ വെറുതെയാക്കൂല നബിയേ, നല്ലത് ചെയ്തവനെ വെറുതെയാക്കൂല നബിയേ. ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവർക്കതാ നമ്മൾ നല്ല തോട്ടങ്ങൾ കൊടുക്കുന്നു, കാലകാലം ആ തോട്ടത്തിലാണവർ. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ തോട്ടങ്ങളുടെ താഴ്ഭാഗത്തുകൂടി പുഴകൾ ഇങ്ങനെ ഒഴുകുകയാണ്. യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബ്, അവർക്ക് സ്വർണത്തിന്റെ നല്ല നല്ല വളകൾ ഇങ്ങനെ അണിയിക്കപ്പെട്ടിരിക്കുകയാണ്. വയൽബസൂന സിയാബൻ ഖുദ്റൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റഖ്, അവർക്കതാ വരമുള്ള പട്ടും നേരിയ പട്ടും പച്ചവട്ടും പട്ടും അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ അവർ ധരിച്ചിരിക്കുകയാണ്. മുത്തഖീന ഫീഹാ അലൽ അറായിക്, നല്ല സുഖസുന്ദരമായ വലിയ കട്ടിലിന്റെ മേലെ ചാരിയിരിക്കുകയാണവർ. നിഅമസ്സവാബ്, സ്വർഗത്തിലുള്ള പ്രതിഫലം വല്ലാത്ത ഗുണമുള്ള പ്രതിഫലമാണ് നബിയേ. വഹസുനത്ത് മുർത്തഫഖാ, അത് വല്ലാത്ത സന്തോഷവും സുഖവുമുള്ള വളരെ നല്ല വീട് തന്നെ, വല്ലാത്ത ലോകം തന്നെ. അർഹമുർറാഹിമീനായ അല്ലാഹ്, ആ സ്വർഗത്തിൽ കടക്കുന്നവരിൽ നിങ്ങളെല്ലാവരെയും നിങ്ങളെ സ്നേഹിച്ചവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നാളെ ദുനിയാവിൽ പെട്ടുപോയ, ദുനിയാവിന്റെ സുഖത്തിൽ പെട്ടുപോയ ഒരു മനുഷ്യൻ ആഖിറത്തിന് വേണ്ടി കൊടുത്തിട്ട് ആഖിറം സമ്പാദിച്ച വേറൊരു മനുഷ്യൻ, അവരെ സംബന്ധിച്ച് അല്ലാഹു വളിബ് ലഹും മസല റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സംഭവം പറയുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ എന്റെ പ്രസംഗം ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണേ അല്ലാഹ്. സ്ത്രീകൾ ആരും എഴുന്നേറ്റ് നിൽക്കണ്ട, സ്ത്രീകൾ ഇരുന്നാൽ മതി. സഹോദരന്മാരെ, അബൂ മൻസൂർ ഇബ്നു ദക്കീർ എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ടായിരുന്നു. അദ്ദേഹം ദുനിയാവിന് വില കൽപ്പിക്കാതെ സജ്ജനങ്ങളിൽ ഉൾപ്പെട്ട് ജീവിച്ച ആളാണ്. മരണം ഇങ്ങെടുത്തപ്പോൾ അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി. ഒരാൾ വന്ന് ചോദിച്ചു, മരിക്കുന്ന സമയത്ത് നിങ്ങളെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു തരീഖത്ത് സ്വീകരിച്ച ആളാണ്. ആ തരീഖത്ത് ഒരു വഴി സ്വീകരിച്ച ആളാണ്. ആ തരീഖത്ത് സ്വീകരിച്ചപ്പോൾ ഞാൻ എന്റെ ഹൃദയത്തിൽ ഭക്തിപൂർവം ഇബാദത്തുകൾ എടുത്ത് ജീവിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു സംഭവം കാണാൻ കഴിഞ്ഞു. എന്താണത്? മരിക്കാൻ നോക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ ഞാനൊരു വലിയവനായി എന്ന ചിന്തയോ, ഞാനതാ രക്ഷപ്പെട്ടു എന്ന ചിന്തയോ ഇല്ലാതെ പടച്ച റബ്ബ് എന്നെ എന്തു ചെയ്യുമെന്ന് പേടി ഒരു ഭാഗത്തും, എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷ ഒരു ഭാഗത്തും, അങ്ങനെ പൊട്ടിക്കരഞ്ഞ മഹാൻ മരണം കഴിഞ്ഞു. അതേ കുറച്ച് ദിവസം കഴിയുമ്പോ മകൻ 4-ാമത്തെ ദിവസം ബാപ്പയെ സ്വപ്നത്തിൽ കണ്ടു. മകൻ ചോദിച്ചു, ബാപ്പാ വിഷയമെന്തുണ്ട്? മകനോട് പറഞ്ഞു, മോനെ കാര്യം കുറെ ഗൗരവമാണ്, നീ വിചാരിക്കും പോലെ അല്ല. ലഖീതു മലക്കൻ ആദിലൻ മലിക്കൻ ആദിലൻ ആദിലീൻ. അതേ, വല്ലാത്ത നീതി കാണിക്കുന്ന രാജാവ് തന്നെ, വല്ലാത്ത രാജാവ് തന്നെ. പക്ഷേ തർക്കിക്കുന്ന ആളുകൾ
അതാ അവരുടെ തർക്കത്തിന് ഞാൻ ഹാജരായതുപോലെ എന്നോട് എന്റെ റബ്ബ് ചോദിച്ചു, അബൂ മൻസൂറേ 70 കൊല്ലം നിങ്ങൾ ജീവിച്ചില്ലേ? എന്റെ മുമ്പിലേക്ക് വരുമ്പോ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? ഞാൻ പറഞ്ഞു, യാ റബ്ബി ഹജ്ജത്തു 30 ഹജ്ജാ, 30 ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. പടച്ച റബ്ബിന്റെ മറുപടി, അതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ലല്ലോ. ഉടനെ തന്നെ ചോദിച്ചു, റബ്ബേ, ഞാൻ 40,000 ദിർഹം എന്റെ കൈകൊണ്ട് സദഖ ചെയ്തിട്ടുണ്ട്. അല്ലാഹ് പറയുന്നു, ഞാനത് സ്വീകരിച്ചിട്ടില്ലല്ലോ അബൂ മൻസൂറേ. പടച്ച റബ്ബേ, ഞാൻ 60 കൊല്ലം പകൽ നോമ്പെടുത്തിട്ടുണ്ട്, 60 കൊല്ലം രാത്രി നിസ്കരിച്ചിട്ടുണ്ട്. പറയുന്നില്ല, മഖ്ബൽ ഹാമിൻക, അത് ഞാൻ സ്വീകരിച്ചില്ലല്ലോ. പടച്ച റബ്ബേ, 40 കൊല്ലം ഞാൻ നിന്റെ ദീനിന് വേണ്ടി അധ്വാനിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട്, ഞാനതും സ്വീകരിച്ചില്ലല്ലോ അബൂ മൻസൂറേ. ഞാൻ പറഞ്ഞിതൻ കത് ഹലക്തു, എങ്കിൽ റബ്ബേ ഞാൻ നശിച്ചില്ലേ? അപ്പോൾ അല്ലാഹ് പറഞ്ഞു, ലൈസ ബിൽ കറമി അൻ നുഅദിബ മിസ്ല ഹാദാ യാ അബാ മൻസൂർ. അതേ, രണ്ടാളുകളെ കൊണ്ടുവന്ന് പടച്ച റബ്ബ് ചോദ്യം ചെയ്യുന്നൊരു രംഗമാണ്. അവിടുന്ന് എന്റെ മുമ്പിൽ വെച്ച് ചോദ്യമാണ്. അപ്പോൾ അതാ എന്നോട് പറയുന്നു, അബൂ മൻസൂറേ, ഇത്തരത്തിലുള്ള ഒരാളെ അതാബാക്കുക, ശിക്ഷിക്കുക എന്നത് എന്റെ മാന്യതയിൽപ്പെട്ടതല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അമാതൽ ഖുറുൽ യൗമൽ ഫുലാനിയ നഹൈത റുറതാനി ത്വരീഖ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ആരും കടന്നു പോകാത്ത ഒരു റോട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ആ റോട്ടിലുള്ള ഒരു മുള്ളോ കല്ലോ അതുപോലുള്ള ഒരു സാധനം നിങ്ങൾ എടുത്ത് നീക്കം ചെയ്തിട്ടില്ലായിരുന്നോ? വേറെ ഒരു മുഅ്മിനായ മനുഷ്യന് ശല്യമുണ്ടാകണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുത്ത് നീക്കം ചെയ്തിട്ടില്ലായിരുന്നോ? അത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്, പക്ഷേ ഞാനതൊരു ചെറിയ സംഗതിയായി കണ്ടു. എന്നാൽ എന്റെ മാന്യതയും എന്റെ ഔദാര്യവും എന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്ത ഒരു മനുഷ്യനെ ശിക്ഷിക്കാതിരിക്കൽ. നിങ്ങളതാ പോകുന്ന വഴിക്ക് വെച്ച് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന മുള്ളുകല്ല് പോലത്തത് നീക്കിയിട്ടില്ലേ? ഫൈനി ഖദ് റഹിംതുക ബിദാലിക, ആ ഒരൊറ്റ അമലിന്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാരുണ്യം ചെയ്തു. ഫൈനി ലാ ഉദിഉ അജ്റൽ മുഹ്സിനീൻ, ഇഖ്ലാസോടെ പ്രവർത്തിച്ച അമലിന്റെ പ്രതിഫലം ഞാൻ പാഴാക്കൂല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന പ്രവർത്തനം അത് വളരെ നല്ല പ്രവർത്തനമാണ്. തൊട്ടടുത്ത വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴിക്ക് അതാ നമ്മളുടെ പറമ്പിൽ നിന്നൊരു ചെറിയ സഹായം ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയല്ലേ സ്വന്തം സ്ഥലമാണെങ്കിൽ വേണ്ടത്. അതേ സമയത്ത് പള്ളിയുടെയും മദ്രസയുടെയും സ്ഥാപനങ്ങളുടെയും സ്ഥലമാണെങ്കിൽ, ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, തലശ്ശേരിയിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് അവിടെയുള്ള ഒരു സ്ഥാപനത്തിന്റെ സ്ഥലം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റേതാണെങ്കിൽ തരാമായിരുന്നു, പള്ളി മദ്രസയുടേത് എനിക്ക് തരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ സംബന്ധിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും നല്ല മനസ്സ് നൽകട്ടെ. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നത് അത് മനുഷ്യനാഖിറത്തിൽ രക്ഷപ്പെടാൻ വലിയ കാരണമാണ്. ഇത് പറഞ്ഞുകൊണ്ട് അതാ മഹാനായ ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറയുന്നു, ജനങ്ങൾക്ക് ഇങ്ങനൊരു ഉപകാരം ചെയ്താൽ തന്നെ ഇത്രയും വലിയ ഫലം ലഭിക്കുമെങ്കിൽ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, അവരെ കുടുംബങ്ങൾക്ക്, കുട്ടികൾക്ക് ഒരുപാട് ഫലം കിട്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതാ സേവനം ചെയ്താൽ അതിന്റെ പേരിൽ കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കുണ്ട്.
കണക്കുണ്ടോ? ഇതുപോലെ ജനങ്ങളെ തെറ്റിൽ നിന്ന് അകറ്റാൻ വേണ്ടി, അവരെ നാവും കയ്യുമൊക്കെ തെറ്റിൽ നിന്ന് അകറ്റാൻ വേണ്ടി നല്ല ഉത്ബോധനം നടത്തിയാൽ അതിന് കിട്ടുന്ന ഫലത്തിന് കണക്കുണ്ടോ? സുഹൃത്തുക്കളെ, നമ്മുടെ സിറാജുൽ ഹുദയും ദാറുൽ ഹുദയും ദാറുൽ ഹിദായയും ദാറുൽ അൻവാറും മഅ്നുൽ ഹുദയും നൂറുൽ ഹുദയും, അങ്ങനെ നമ്മുടെ കുറെ സ്ഥാപനങ്ങളിൽ അതെല്ലാം മുസ്ലിം ഉമ്മത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്, ജനങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ്, ഈ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എല്ലാ മതത്തിലും പെട്ടവർക്ക് നന്മ കിട്ടാനാണ്. അതിനെ സഹായിക്കുന്നവർ, അതിനോട് സഹകരിക്കുന്നവർ, അതിലതാ വിദേശത്തുനിന്നും നാട്ടിൽ നിന്നുമൊക്കെ അതാ റിസീവർമാര് വരുമ്പോ, ഓർഗനൈസർമാര് വരുമ്പോ അതാ കഴിയുന്ന സഹായം നൽകുന്നവർ, അവർക്കൊക്കെ അല്ലാഹു തആല ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ഇഖ്ലാസോടെ കൊടുക്കുന്നവർക്കും ചെയ്യുന്നവർക്കും അല്ലാഹ് പ്രതിഫലം നഷ്ടപ്പെടുത്തൂല. ഞാൻ ഈ സ്റ്റേജിൽ വന്നപ്പോ ഈ നാദാപുരം ചുറ്റുഭാഗത്ത് പിരിവിന് വരുന്ന മുസ്ലിയാര്, മജീദ് മുസ്ലിയാര് വന്ന് പറഞ്ഞു, ഈ ഏരിയയിലൊക്കെ ഞാനാണ് സിറാജുൽ ഹുദയുടെ പിരിവിന് പോകാറ്, നിങ്ങളൊന്ന് സ്റ്റേജിൽ വെച്ച് പറയണമെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു റിസീവർക്കും കമ്മീഷനില്ല, അവർക്കൊക്കെ ശമ്പളമാണ്. നിങ്ങൾ കൊടുക്കുന്നത് പൂർണ്ണമായി അവിടെ എത്തും. അതുകൊണ്ട് ധൈര്യത്തോടെ കൊടുത്തോ, കൊടുക്കുന്നതൊന്നും നഷ്ടപ്പെടൂല, അതിന് റബ്ബ് പ്രതിഫലം തരുമെന്നും എല്ലാവരും എപ്പോഴും സഹകരിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. ഫുജൈറയിൽ നിന്ന് അയ്യൂബ് 2000 രൂപ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിലും ഇന്നും എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസുകൾ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കട്ടെ. പടച്ചറബ്ബേ, പേര് പറയാത്തൊരു സ്ത്രീ 10000 രൂപ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി. ഇപ്പോൾ അസുഖത്തിന് ശമനം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ രോഗം പൂർണ്ണമായി നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും വന്ന ഉടനെ തന്നെ മുടവന്തേരിയിൽ നിന്ന് മജീദ് ഹാജി വന്നു. അദ്ദേഹം ഒരു 50,000 രൂപ നേർച്ചയാക്കിയത് തന്നു. അല്ലാഹുവേ, അതുപോലെ പലരും വന്ന് ഇന്ന് നേർച്ചകൾ തന്നവരുണ്ട്, സ്വർണവും പണവും തന്നവരുണ്ട്, ഇവിടെ കയറി വരുമ്പോൾ സ്വർണം തന്നവരുണ്ട്, അതുപോലെ സംഭാവന തന്നവരുണ്ട്. എല്ലാവർക്കും അവരുടെ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, അവരുദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാഹ്. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസുകൾ, ഞങ്ങളെ സ്ഥാപനങ്ങൾ നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. ഞങ്ങളെ സദസ്സുകൾ നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. പടച്ച റബ്ബേ, ജിസാനിലുള്ള CK കൊടിയത്തൂർ അദ്ദേഹത്തിന്റെ ഉമ്മ ഇന്ന് വൈകുന്നേരം മരിച്ചുവെന്നറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ പലരുമുണ്ട്, ഈ അടുത്ത് മരണപ്പെട്ടു പോയവരുണ്ട്, പെട്ടെന്ന് മരിച്ചവരുണ്ട്, അപകടത്തിൽ മരിച്ചവരുണ്ട്, അല്ലാതെ മരിച്ചവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അല്ലാഹ്, എല്ലാവരുടെയും ഖബറിനെ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, പടച്ച റബ്ബേ, അവർക്കൊക്കെയും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. കുട്ടി ജീവൻ പോയി എന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്, പടച്ച റബ്ബേ, ആ ജീവൻ പോയ കുട്ടിക്ക് നീ സുഖപ്രസവം നൽകണേ. ആ ഉമ്മക്ക് സുഖപ്രസവം നൽകിയ കുട്ടിയെ നീ പുറത്തെടുക്കണം
അല്ലാ. പടച്ച റബ്ബേ, അതുപോലെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ട്, വിഷമം പറഞ്ഞവരുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, പുറത്തു പറയാൻ പറ്റാത്ത രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എത്രയോ രോഗം കൊണ്ട് ഇന്നൊരു യുവാവ്, ചെറുപ്പക്കാരനായ ഒരാൾ, അദ്ദേഹത്തിന് പറയാൻ മടിക്കുന്നു, സ്വകാര്യം സ്നേഹിതൻ എന്ന് പറയുന്നു. അദ്ദേഹം രാത്രിയിൽ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചു പോകുന്നു. അതുപോലെ മൂത്രമൊഴിച്ചു പോകുന്ന പല കുട്ടികളുടെയും കാര്യം പറഞ്ഞവരുണ്ട്. നീ അത് സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. നടക്കുന്നതിനിടയിൽ മൂത്രമൊഴിച്ചു പോകുന്നു എന്ന് പറഞ്ഞവരുണ്ട്. നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ബ്ലീഡിങ്ങിന്റെ രോഗം കൊണ്ട് വേദനയോടെ സ്വർണം കൊടുത്തയച്ച സ്ത്രീകളുണ്ട്. നീ ആ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാ. മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വള കൊടുത്തവരുണ്ട്, മറ്റ് സ്വർണം തന്നവരുണ്ട്. അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഏത് രോഗമോ പ്രശ്നമോ അത് നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, വിദേശ രാജ്യങ്ങളിൽ നിരപരാധികൾ അറസ്റ്റിലായി പോയവരുണ്ട്, അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നാട്ടിലും നിരപരാധികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ടെങ്കിൽ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നാട്ടിലും പരിസരങ്ങളിലും നീ സമാധാനം നൽകണേ അല്ലാ. സമാധാനത്തോടെ ജീവിക്കണമെന്ന ബോധം എല്ലാ വിഭാഗത്തിലും പെട്ട യുവാക്കൾക്ക് നീ കൊടുക്കണേ അല്ലാ. കുഴപ്പമുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരെ മനസ്സ് നീ നന്നാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ലൈസൻസിന്റെ പ്രശ്നവും ഇഖാമയുടെ പ്രശ്നവും പാസ്പോർട്ടിന്റെ പ്രശ്നവും വിസയുടെ പ്രശ്നവും കച്ചവട സംബന്ധമായ പ്രശ്നങ്ങളും കൃഷി സംബന്ധമായ പ്രശ്നങ്ങളും പഠന സംബന്ധമായ കാര്യങ്ങളും പലതും പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. മുഴുവൻ ആളുകളെയും പ്രശ്നങ്ങൾ നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ. പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിയും വിവേകവും നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കണേ അല്ലാ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ബേജാറായി സങ്കടം പറഞ്ഞ എത്രയോ ആളുകൾ 2000 സംഭാവന തന്നവരും അല്ലാത്തവരുമുണ്ട്. അവർക്കൊക്കെയും ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നിനക്ക് സുഖപ്പെടുത്താൻ കഴിയുമല്ലോ അല്ലാ. നീ അവരെ രോഗം എളുപ്പത്തിൽ സുഖപ്പെടുത്തണേ അല്ലാ. ഓപ്പറേഷൻ നീ തീരുമാനിച്ചതാണെങ്കിൽ അതോടുകൂടെ അവരുടെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. കടത്തിൽ വലഞ്ഞവരുണ്ട്, സങ്കടം പറഞ്ഞവരുണ്ട്. എത്രയോ കാലം വിദേശത്ത് പോയി ഒന്നും കരകയറിയില്ലെന്ന് സങ്കടം വന്ന് പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെയും സർവ്വ കടങ്ങളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാ. വീടില്ലാത്ത സങ്കടം പറഞ്ഞവരുണ്ട്, അവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അല്ലാ. തൊഴിലിന് വേണ്ടി പോയി അതാ ഇന്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്, അവർക്ക് നീ എളുപ്പമാക്കണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ ഈമാനോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ. ഒരു സദസ്സിലും അത് പറയാൻ അർഹതയില്ല ഈ പാവപ്പെട്ടവന്. എന്നെക്കാൾ എത്രയോ നല്ല ജനങ്ങൾ ഈ സദസ്സിൽ എത്രയോ പങ്കെടുത്തിട്ടുണ്ടാകും. റബ്ബേ, അവരുടെ ഗുണം കൊണ്ട് പാവപ്പെട്ട എന്നെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ കൈകളൊന്നും ഹിജാബത്ത് കിട്ടാത്ത കൈകളാണെങ്കിൽ ഈ സദസ്സിൽ ചെറിയ പിഞ്ചുമക്കളെ വരെ ചെറിയ കൈകൾ ഉയർത്തിയിട്ടുണ്ടല്ലോ. ആ മക്കളുടെ ചെറിയ കൈകളും വിരലുകളും ലോകത്തിന്റെ അധിപനായ നിന്നിലേക്കല്ലേ ഉയർത്തിയത്. ആ ചെറിയ കൈകൾക്ക് റഹ്മത്ത് ചെയ്യുമ്പോ ഞങ്ങളെയും കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ സർവ്വ മക്കളെയും ഞങ്ങളെ ശിഷ്യന്മാരെയും പരമ്പരകളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കും സ്റ്റാഫുകൾക്കും അതിനോട് സഹകരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നിന്റെ കാവൽ തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയച്ചു കളഞ്ഞ് ഞങ്ങളെ കൽബുകൾ എല്ലാ കറകളിൽ നിന്നും ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളെ ശരീരം കഴുകിത്തരണേ അല്ലാ. തോന്നിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി ഞങ്ങളെ സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാ. നിന്റെ ഖുർആനിൽ ഔലിയാക്കളെ കറാമത്ത് പറയുന്ന സൂറത്ത് വന്നപ്പോ നിന്റെ മഹാന്മാരായ ഇമാമിങ്ങൾ അവിടെ കറാമത്തിനെ കുറിച്ച് വിവരിച്ചപ്പോ ഒരൽപ്പം ബറക്കത്തിനു വേണ്ടി കുറെ മഹാന്മാരെ കറാമത്ത് പറഞ്ഞു. അവരെവിടെ കിടക്കുന്നു, ഞങ്ങളെവിടെ കിടക്കുന്നു, അവരുടെ ചെരുപ്പെടുക്കാൻ പോലും യോഗ്യതയില്ല
ശക്തിയില്ലാത്തവരാണ് ഞങ്ങൾ. അവരുടെ ചെരുപ്പിന്റെ ചുവടെയുള്ള മണ്ണിന് പോലും തികയാത്തവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ അവരെ സ്നേഹിച്ചവരാണ്, ആദരിക്കുന്നവരാണ്, പ്രിയം വെച്ചവരാണ്. ഔലിയാക്കളെ കുറ്റം പറയുന്ന എല്ലാ കക്ഷികളോടും ഞങ്ങളെ മനസ്സിന് വെറുപ്പാണ്. ആ കാരണം കൊണ്ട് അവരെ കാണാനും അവരുടെ കൂടെ ഒരുമിച്ചൂടാനും നീ തൗഫീഖ് തരണേ അല്ലാഹ്. നിന്റെ സ്വർഗത്തിൽ അവരുടെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ചൂട്ടണേ അല്ലാഹ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. ആരും മറന്നുപോകരുത്, നാളെ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ വഅദ് തുടങ്ങും. 9 മണിക്ക് തന്നെ നമ്മുടെ വഅദ് നിർത്തണം. അതുകൊണ്ട് വളരെ നേരത്തെ എല്ലാവരും എത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.